ഓക്കെ. അപ്പോ മൈക്രോ സ്റ്റഡി മാക്രോ സ്റ്റഡി അല്ലേ? അപ്പോ മൈക്രോ സ്റ്റഡി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഖുർആനെ വളരെയധികം ആഴത്തിലേക്ക് സൂം ചെയ്തുകൊണ്ടുള്ള പഠനം, മൈക്രോസ്കോപ്പിക് നോട്ടം, അതായത് വളരെ സൂക്ഷ്മമായി പരീക്ഷിക്കുക നോക്കുക. മാക്രോ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ഒരു സംഗതി അല്ലേ? നമ്മൾ അതിൽ ഒരു മറ്റേ എന്താണ് ഒരു മാക്രോ സ്റ്റഡി രൂപത്തിൽ പോവുകയാണെങ്കിൽ എന്താണ് സൂറ എന്ന് പറഞ്ഞാല്? എന്താണ് സൂറത്ത്? വാട്ട് ഈസ് എ സൂറ? എന്താ സൂറ എന്ന് പറയുന്നത്? അധ്യായം, ചാപ്റ്റർ അല്ലെ? അതിന് പ്രശ്നം അറിയാം നിങ്ങൾക്ക്? ഒരു അധ്യായം എന്ന് പറയാൻ എന്താ? സൂറ എന്ന് പറഞ്ഞാല് ചാപ്റ്ററും അല്ല അധ്യായം അല്ല, രണ്ടും അല്ല. ഇതെന്താ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാലേ? ഒരു പുസ്തകത്തിലെ ചാപ്റ്റർ അല്ലെങ്കിൽ അധ്യായം എന്ന് പറഞ്ഞാല് അത് കണ്ടിന്യൂസ് ആയിരിക്കും അല്ലെ? ഉദാഹരണം പറഞ്ഞാൽ ഒരു മാത്സ് ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ഒന്നാമത്തത് എന്താ പഠിക്കുക? നമ്പേഴ്സ് ആയിരിക്കും. രണ്ടാമത് എന്തായിരിക്കും? വിവിധ തരത്തിലുള്ള നമ്പർ, ഇൻറ്റിജർ, ഫ്രാക്ഷന്, ഡെസിമല് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ സാധനം പഠിക്കും. പിന്നെ അഡിഷൻ പഠിക്കും അല്ലെ? അഡിഷൻ കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടാ? അഡിഷൻ പഠിക്കും. അഡിഷൻ കഴിഞ്ഞാൽ പിന്നെ എന്താ പഠിക്കുക? സബ്ട്രാക്ഷൻ പഠിക്കും. അത് കഴിഞ്ഞാൽ എന്താ പഠിക്കുക? മൾട്ടിപ്ലിക്കേഷൻ പഠിക്കും. അത് കഴിഞ്ഞാൽ ഡിവിഷൻ പഠിക്കും. അത് കണ്ടിന്യൂസ് ആണ് അല്ലെ? അത് മാത്രല്ല, ഇപ്പോ ഡിവിഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് സബ്ട്രാക്ഷന്റെ ആവശ്യമുണ്ട്. പക്ഷെ അവിടെ സബ്ട്രാക്ഷൻ പഠിപ്പിക്കുവോ? നിങ്ങളോട് രണ്ടാമത്തെ ചാപ്റ്ററിൽ പോകാൻ പറയും, അത് പോയിട്ട് പഠിച്ചു വരാൻ പറയും അല്ലെ? പിന്നെ റെഫർ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നിലേക്ക് പോകേണ്ടി വരും. ഞാൻ പറഞ്ഞ പോയിന്റ് കിട്ടുന്നുണ്ടാ? അതായത് ഡിവിഷൻ പഠിപ്പിക്കേണ്ട ഒരു ചാപ്റ്ററിന്റെ അകത്ത് നിങ്ങളെ സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ അഡിഷൻ പഠിപ്പിക്കൂല. അത് പഠിക്കണമെങ്കിൽ നിങ്ങൾ തിരിച്ചു പോയിട്ട് പഠിച്ചു വരണം. അല്ലെങ്കിൽ പ്ലസും മൈനസും തമ്മിലുള്ള ഗുണിക്കലും അരിക്കലൊക്കെ പഠിപ്പിക്കുന്നോത്ത് മൾട്ടിപ്ലിക്കേഷൻ അറിയാത്ത ഒരാളാണെങ്കിൽ അയാൾ തിരിച്ചു പോയിട്ട് മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു വരേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ചില മക്കളൊക്കെ മാത്സിന്റെ അടിത്തറ ഇല്ലാതെ വരുമ്പോൾ ആ അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ട്യൂഷൻ വെച്ചു കൊടുക്കും. എന്തുകൊണ്ടാ? ആ സാധനം സ്കൂളിൽ പഠിപ്പിക്കൂല, കാരണം പഠിച്ചു കഴിഞ്ഞതാണ്. ഒന്നത്. രണ്ടാമത് സംഗതി പറഞ്ഞാല് നമ്മൾക്ക് ഡിവിഷൻ മാത്രമായിട്ട് ഒരു അധ്യായം ഡിവിഷൻ അത് മാത്രം പഠിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ പറയണ എനിക്ക് 1, 2, 3 വേണ്ട, എനിക്ക് നേരെ 4ാമത്തെ അധ്യായമായ ഡിവിഷനിലേക്ക് ഞാൻ പോവാണ്. അല്ലെങ്കിൽ വേണ്ട, ട്രിഗണോമെട്രിയിൽ ഞാൻ പോയിട്ട് ആദ്യം ഞാനത് പഠിക്കുകയാണ്. നടക്കുവോ? പൂർണ്ണത വരില്ല. പൂർണ്ണല്ല, ഒന്നും മനസ്സിലാവൂല. കാരണം ഇന്റിജർ പഠിക്കണമെങ്കിൽ പ്ലസും മൈനസും എക്സ് വൈ സെഡ് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? എന്താണ് ബൈനോമൽ, ട്രൈനോമൽ, എന്താണ് മോണോനോമൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ സാധനം ആദ്യം പഠിക്കണം. ബേസ് പഠിക്കണം. പക്ഷെ ആ സമയത്ത് ഖുർആനിൽ നിങ്ങൾ സൂറത്തുൽ ബഖറ മാത്രം പഠിക്കാൻ പറ്റുമോ? സംസാരിക്കാത്തവരൊക്കെ ഒന്ന് മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യട്ടാ. അപ്പോ ഇനി അതല്ല, ഞാൻ അതൊന്നും പഠിക്കില്ല. മുസാഹിബ് പറഞ്ഞത് എനിക്ക് സൂറത്ത് റഹ്മാൻ പഠിച്ചാൽ മതി. ഒന്നും എല്ലാവരും മ്യൂട്ട് ചെയ്തേ. എന്തൊക്കെയാ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ സൂറത്ത് റഹ്മാനെ ഞാൻ പഠിക്കാൻ പോവുകയാണെങ്കിൽ എനിക്ക് ഫാത്തിഹയും വേണ്ട, ബഖറയും വേണ്ട, സൂറത്ത് ആലിമ്രാനും വേണ്ട, നിസാവും വേണ്ട, മായിദും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ നേരെ റഹ്മാൻ പഠിക്കാൻ പോവാണ്. അങ്ങനെ ഒരാൾ തീരുമാനിച്ചാൽ അയാൾക്ക് അത് പഠിക്കാൻ പറ്റുമോ? പറ്റും അല്ലെ? പക്ഷെ അധ്യായത്തിലേ പറ്റുമോ? ഇല്ല, പറ്റൂല. അപ്പോ ഖുർആന്റെ അകത്തുള്ള സൂറകൾ എന്ന് പറഞ്ഞാൽ അധ്യായമല്ല അല്ലെ? എന്ന് പറഞ്ഞാൽ ഇനി മാത്രമല്ല, മൂസ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം കുറച്ച് സൂറത്തുൽ ബഖറ പറയുന്നുണ്ട്. ഉദ്ദേശിക്കുന്ന ചാപ്റ്റർ ആണോ? അധ്യായം, ചാപ്റ്ററിന്റെ മലയാളമാണ് അധ്യായം. ഓക്കെ. അപ്പോ സൂറ എന്ന് പറഞ്ഞാൽ അത് ചാപ്റ്ററും അല്ല അധ്യായമല്ല. അതിന് ഒരു ട്രാൻസ്ലേഷൻ ഇല്ല. യു കനോട്ട് ട്രാൻസ്ലേറ്റ് സൂറ. സൂറ ഇസ് എ സൂറ.
ഒരു പോർഷൻ അല്ല, യു കനോട്ട് സേ പാസേജ് എന്ന് പറയാൻ പറ്റില്ല, പോർഷൻ എന്ന് പറയാൻ പറ്റില്ല. എ സൂറ ഇസ് എ സൂറ, യു കനോട്ട് ട്രാൻസ്ലേറ്റ് ദാറ്റ്. കാരണം അത് തത്തുല്യമായ ഒരു ട്രാൻസ്ലേഷൻ ഇല്ല. അധ്യായം എന്ന് പറഞ്ഞാൽ തെറ്റാണ്, ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. മനസ്സിലാവുന്നല്ലേ? ഈ സൂറത്തുൽ ബഖറ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എ പോർഷൻ ഓഫ് ദ ബുക്ക്, ഖുർആന്റെ ഒരു പോർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിന് സൂറ എന്ന വാക്കിന് നിങ്ങൾക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് അവിടെ പോർഷൻ എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ്. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടാ? പിന്നെ ഹിസ്റ്റോറിക്കൽ ക്രോണോളജി എന്തില്ല, ഒരു ചാപ്റ്ററിൽ ഉണ്ടാവും അല്ലെ? അപ്പൊ എന്ന് പറഞ്ഞാൽ പ്രവാചകനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ചാപ്റ്റർ എന്തായിരിക്കും? പ്രവാചകന് മുമ്പത്തെ കാലഘട്ടമാവും. രണ്ടാമത്തെ ചാപ്റ്റർ എന്തായിരിക്കും? പ്രവാചകൻ ജനിച്ച കാലഘട്ടമാവും. മൂന്നാമത്തെ ചാപ്റ്റർ എന്തായിരിക്കും? അത് മറ്റേ പ്രവാചകന്റെ എന്താണ് ഉമ്മ മരണപ്പെട്ടത് അല്ലെങ്കിൽ മറ്റേ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നീടാണ് എന്താണ് ഉബൂത്തിന് മുമ്പുള്ള കാര്യങ്ങൾ, പിന്നെ ഉബൂത്ത് കിട്ടിയത്, ഉബൂത്തിന് ശേഷമുള്ളത്. അങ്ങനെ ഒരു ക്രോളജിക്കൽ ഓർഡർ ഉണ്ടാവും ഒരു ഹിസ്റ്റോറിക്കൽ ബുക്ക് ആണെങ്കിൽ അല്ലെ? അത് ചാപ്റ്റേഴ്സ് ആണ്. പക്ഷെ ഖുർആനിൽ അങ്ങനല്ല. ഖുർആൻ ആദ്യം തന്നെ പറഞ്ഞ ആദം അലൈഹി ഇസ്ലാം സൃഷ്ടിനെ വെച്ച് പറയുന്നുണ്ട്. പിന്നെ കുറെ അപ്പുറത്തൊരു വീണ്ടും മലക്കളോട് സ്തുതി ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ അപ്പുറത്ത് വേറെ പറയുന്നുണ്ട് ഇല്ലേ? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് കുറച്ച് പറയുന്നുണ്ട് സൂറത്തുൽ ബഖറയില്. പിന്നെയും കുറച്ച് അങ്ങോട്ട് പോയിട്ട് അവിടെ അപ്പുറത്തും പറഞ്ഞല്ലേ ഇല്ലേ? ബനി ഇസ്രായേലിനെ കുറിച്ചിട്ട് സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്. മറ്റേ തലാഖിനെ കുറിച്ച് സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്. സൂറത്ത് തലാഖിലും സുലാഖിനെ കുറിച്ച് പറയുന്നില്ലേ? അപ്പൊ എന്താണ്? ഒരു ക്രോണോളജിക്കൽ ഓർഡറിലല്ല ഖുർആനിലെ വിഷയങ്ങളെ അവതരിപ്പിച്ചത്. പിന്നെ മൂന്നാമത്തെ സംഗതി പറഞ്ഞാൽ സബ്ജക്റ്റ് ബേസ് കൊണ്ടല്ല. ആദ്യം ഒരു സബ്ജക്ട് പറഞ്ഞു, ഓക്കെ, ആദ്യം വിവാഹത്തെ കുറിച്ച് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വിഷയം തലാഖിനെ കുറിച്ച് പറയാം, അത് കഴിഞ്ഞ് അടുത്ത വിഷയം നമുക്ക് ഇനി മറ്റേ പലിശയെ കുറിച്ച് പറയാം. അങ്ങനല്ല, പല ഭാഗത്തും ഈ വിഷയങ്ങൾ ആവർത്തിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോ ആ നിലക്ക് അതെന്താണല്ല, ഒരു ചാപ്റ്റർ എന്നോ അധ്യായം എന്നോ സൂറത്തിന് പറയാൻ പറ്റുകയില്ല. മനസ്സിലാകുന്നുണ്ടാ? പിന്നെ ഇനി മറ്റൊരു സംഗതി പറഞ്ഞാല്, ഒരു ചാപ്റ്ററിന് ഒരു പേര് കൊടുത്താൽ, ഒരു അധ്യായത്തിന് ഒരു പേര് കൊടുത്താൽ ആ പേര് കൊടുത്ത ടൈറ്റിലിന്റെ വിഷയത്തെ കുറിച്ചായിരിക്കും ആ മറ്റേ അധ്യായം മൊത്തം പരാമർശിക്കൊക്കെ ഉണ്ടാവുക അല്ലെ? ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല്, ഇപ്പോ മറ്റേ പശു എന്ന ഒരു അധ്യായം ഉണ്ട് വെച്ചോളി ഒരു ടെക്സ്റ്റ് ബുക്കിൽ. ആ പശുവിനെ കുറിച്ചാണ്, പശു പാല് തരും, പശു ചാണം തരും, പശു മറ്റേ എന്ന് പറഞ്ഞുകൊണ്ട് ഫുൾ പശുവിനെ കുറിച്ചായിരിക്കും പറയാം. അതിൻ്റെ ഇടയിൽ നായനെ കുറിച്ച് പറയില്ല. പക്ഷെ എന്നാൽ ഖുർആന്റെ അകത്തുള്ള സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആകെ 2-3 ആയത്തേ ഉണ്ടാവുള്ളൂ. സൂറത്തുൽ ബഖറയില് ബഖറനെ പശുവിനെ കുറിച്ച് പറയുന്ന ആകെ 5-6 ആയത്തേ ഉള്ളൂ. പിന്നെ വേറെ എവിടെയും പശുവിനെ മെൻഷൻ ചെയ്യണില്ല. മനസ്സിലാവുന്നില്ല? അപ്പോ ആ അർത്ഥത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, തീം വെച്ച് നോക്കുകയാണെങ്കിൽ പോലും പറയുന്ന സൂറകളുടെ പേരും തമ്മിൽ വ്യത്യാസമുണ്ട്, ബന്ധമുണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതൊരു അധ്യായമാണ് എന്ന് അത് പറയാൻ പറ്റില്ല. ഇത് മാത്രമല്ല, സൂറത്ത് ഇബ്രാഹിമിനെ ആരെ കുറിച്ചാ പറഞ്ഞത്? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞ്, മറ്റു ഒരുപാട് പ്രവാചകന്മാരെ കുറിച്ചും പറയുന്നുണ്ട് ഇല്ലേ? അപ്പൊ നമുക്ക് അത് ഒരു ചാപ്റ്റർ ആണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. അപ്പോ ടെക്നിക്കലി യു കനോട്ട് സേ സൂറ ഈസ് ഈക്വൽ ടു എ ചാപ്റ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അപ്പോ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അതിനൊരു പേരുണ്ടാവും, ആ ചാപ്റ്ററിന്റെ പേരായിരിക്കും ആ മൊത്തത്തിൽ പറയുണ്ടാവുക. ഓക്കെ. പക്ഷെ സൂറ എന്ന് പറഞ്ഞാൽ ഒരു യുണീക്കാണ്, ഒരു അധ്യായം പോലെയല്ല, ഒരു ചാപ്റ്റർ പോലെയല്ല. അള്ളാഹു സുബ്ഹാനഹു തആല അതിന് സൂറ എന്ന് പറഞ്ഞുകൊണ്ടൊരു പേര് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആനിന്റെ സ്വന്തമായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് നമ്മൾ പോയിട്ട് അനാവശ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അതിന് അനുയോജ്യമായ അല്ലാത്ത പേരുകൾ കൊടുത്തുകൊണ്ട് വിളിക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ ഇനി മുതൽ തദബ്ബുറിന്റെ പഠിതാക്കൾ എന്ന നിലക്ക് സൂറകൾ സൂറ തന്നെയാണ്. സൂറത്തുൽ ബഖറ, സൂറത്ത് ആൽ ഇമ്രാൻ, സൂറത്ത് നിസാ, സൂറത്ത് ഫാത്തിഹ, സൂറത്ത് ഇഖ്ലാസ് ഒക്കെ സൂറയാണ്. അധ്യായം ഇഖ്ലാസ് ഒന്നാമത്തെ അധ്യായം, രണ്ടാമതില്ല. ഖുർആനിലെ ഒന്നാമത് സൂറത്ത്, ഖുർആനിലെ 5-ാമത് സൂറത്ത്, ഖുർആൻ 113 സൂറത്ത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ 10-ാമത്തെ അധ്യായം എത്രാമത്തെ ചാപ്റ്ററിൽ അങ്ങനെ നമ്മൾ ആ പ്രയോഗം ഇനി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അത് ഖുർആനോട് ചെയ്യുന്ന തെറ്റാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെ ഒരു അധ്യായം എന്നോ ചാപ്റ്റർ എന്നോ സൂറ കൊണ്ട് ഉദ്ദേശിച്ചിട്ടില്ല. നമ്മളായിട്ട് അത് ഉണ്ടാക്കി വേണ്ട. ഓക്കെ അല്ലേ? അപ്പോ സൂറ മനസ്സിലായാലോ? അതായത് പറഞ്ഞത് ഇപ്പൊ നാമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത് എന്താണ് സൂറ എന്നുള്ള ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി അടുത്ത് വരുന്നുണ്ട്. ഓക്കെ. ഇനി എന്താണ് സൂറ?
സൂറ എന്ന വാക്ക് കംസ് ഫ്രം ദ വേർഡ് സൗറ. സൗറ എന്ന വാക്കിൽ നിന്നാണ് സൂറ വരുന്നത്. സൗറ എന്ന് പറഞ്ഞാൽ ഷാർപ്പ് വ്യൂ, വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു കാഴ്ച, ഷാർപ്പ് ഐസൈറ്റ്. അതിനൊക്കെ എന്ത് പറയും? സൗറ എന്ന് പറയും. അതായത് നിങ്ങളിപ്പോ കൊടൈക്കനാൽക്ക് ഒരു ഇതെല്ലാരും പോയതല്ലേ അല്ലേ? ഈ ഗ്രൂപ്പിൽ എല്ലാവരും കൊടൈക്കനാൽ കണ്ടവരല്ലേ? പോവാത്തവരുണ്ടല്ലേ? അടുത്ത ട്രിപ്പിന് കൊടൈക്കനാലിലേക്ക് പോയിക്കോളൂ. എന്നിട്ട് അപ്പൊ അവിടെ പോയി കയറി നിൽക്കുമ്പോ സൂറ എന്ന പദം ഓർമ്മ വരണം. ഓക്കെ, അതായത് ഒരു ഉയർന്ന ഒരു സ്ഥലത്ത് നിൽക്കുമ്പോ, ഇപ്പൊ വേണ്ട, ബുർജ് ഖലീഫയുടെ മുകളിൽ നിന്നുകൊണ്ട് ദുബായിനെ കാണുമ്പോൾ നമുക്ക് വളരെ വിശാലമായ ഒരു കാഴ്ച ഉണ്ടാവും. ഒരു പരന്ന ഒരു വ്യൂ കിട്ടും, ലോങ് വ്യൂ അല്ലെ? താഴെ നിന്ന് കിട്ടാത്തൊരു വ്യൂ മുകളിൽ പോയാൽ കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ മറ്റേ പളനിമാടം മുകളിൽ പോയിട്ടോ അല്ലെങ്കിൽ കൊടൈക്കനാലിന്റെ മുകളിൽ പോയിട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വ്യൂ ഉണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഉയർന്ന ഒരു പ്രദേശത്ത് പോയി നിന്ന് കണ്ടാൽ നമുക്ക് ആ താഴ്വരകളൊക്കെ ഒരു പ്രത്യേക ഒരു ഇത് കാണാം. ആ ഒരു വ്യൂവിനാണ് സൗറ എന്ന് പറയാം. ഇത്ര മനസ്സിലായ? യു ഗെറ്റ് ഇറ്റ്? ഓക്കെ, സൂർ എന്ന വാക്ക് സ്പെല്ലിംഗ് SOURA ആണോ? നിങ്ങൾ അങ്ങനല്ല ചോദിക്കുന്നത്, അറബില ചോദിക്കേണ്ടത്. അറബിയിൽ എങ്ങനെ എഴുതും? സീന് വാവ് റാ, സൗറ. അത് വാവിന് സുക്കൂടുമ്പോ സൗറ എന്നാവും, സുക്കൂടുത്ത് മാറ്റിയ സൂറ എന്നാവും. ഓക്കെ, നമ്മൾ പഠിക്കേണ്ടത് അറബി ഭാഷ വെച്ചിട്ടാണ്, അല്ലാതെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ആക്കിയിട്ടല്ല, കേട്ടാ? ഓക്കെ, അപ്പോ ഇനി അതേ ഭാഗത്തു നിന്നാണ് സൂർ എന്ന വാക്ക് വരുന്നത്. സൂർ എന്ന് പറഞ്ഞാൽ എന്താ? സൂർ ലഹു ബാബ്, ഖുർആനിലെ ആയത്താണ്. എന്താ സൂർ പറഞ്ഞാല്? ഹ്യൂജ് ചുമരിന്, വളരെ ഉയരമുള്ള ചുമരിനാണ് സൂർ എന്ന് പറയാം. അത് ഏതുപോലെയെന്ന് പറഞ്ഞാല് പണ്ടത്തെ കാലത്തുള്ള നമ്മളെ നാട്ടിലില്ല, പക്ഷെ ഈ യൂറോപ്പിലൊക്കെ ഫ്യൂഡൽ കാലഘട്ടത്ത് അവരുടെ ഒരു നഗരം എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയോ നിങ്ങൾക്ക്? ആ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എങ്ങനെയാണെന്ന്? നമ്മുടെ നാട്ടിൽ നഗരം എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റുഭാഗത്ത് കുറെ ഒരു മതിലൊന്നും ഉണ്ടാവില്ല, ഉണ്ടാ 4 ഭാഗം മതിലുണ്ടാവില്ല. പക്ഷേ യൂറോപ്പിലൊക്കെ ഈ ഫ്യൂഡൽ സിസ്റ്റം ഉള്ള സമയത്തൊക്കെ ഒരു സിറ്റി എന്ന് പറഞ്ഞാല് പുറത്ത് 4 ചുമരുണ്ടാവും. അതും ഉയർന്ന ചുമരായിരിക്കും, അതിഗംഭീരമായ ചുമരായിരിക്കും. ആ ചുമര് പൊതുവെ ഇങ്ങനെ പോയിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് ഒരു ചെരിവാ, ദൂരെ പോയിട്ട് പിന്നെ പുറം ഭാഗത്തേക്ക് ഒരു ചെരിവാ, അല്ലെങ്കിൽ കട്ട വെച്ചിട്ട് അങ്ങനെ ഒരു ചെരിവുണ്ടാകും. എന്തിനാ വെച്ചാൽ കയറ് എറിഞ്ഞിട്ട് ശത്രുവിന് കയറാൻ സാധിക്കരുത്, എന്താണെന്നല്ലേ? അതിനാണ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് എന്തിനാന്ന് പറഞ്ഞാൽ ഈ 4 ഉയർന്ന ചുമരുകൾ എന്ന് പറഞ്ഞാൽ കോട്ട. നിങ്ങളിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ടിപ്പു സുൽത്താന്റെ കോട്ട ആണല്ലേ നിങ്ങള് പാലക്കാടുള്ള? ഈ ടിപ്പു സുൽത്താന്റെ കോട്ട പറഞ്ഞാൽ എങ്ങനെ? ഉയർന്ന മതിലുകളാണ് 4 ഭാഗത്തും. അതിന് ഒറ്റ കവാടം ഉണ്ടാവുള്ളൂ, എൻട്രൻസ് ഒന്നേ ഉണ്ടാവുള്ളൂ. ആ എൻട്രൻസിൽ നല്ല കാവൽക്കാരുണ്ടാവും. അതിൻ്റെ ഉള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് വിടുള്ളൂ. അപ്പൊ അതിന്റെ അകത്താണ് സിറ്റി ഉണ്ടാവുക എന്ന് പറഞ്ഞാല്, അതിന്റെ അകത്തുള്ള അവസ്ഥ എന്ന് പറഞ്ഞാല് ഏറ്റവും ഈ മറ്റേ കവാടത്തിന് ഏറ്റവും അടുത്തായിരിക്കും അവരുടെ മാർക്കറ്റ്. വാണിജ്യമായിട്ട് വെക്കുക വാങ്ങുക എന്നുള്ള പരിപാടികളൊക്കെ ഈ കവാടത്തിന് തൊട്ടടുത്തായിരിക്കും. അവിടെ തന്നെ അതിന്റെ തൊട്ട് മുകളിലായിരിക്കും എന്തൊരു ഭടന്മാർക്കുള്ള താമസ സൗകര്യം, അവരുടെ ക്വാർട്ടേഴ്സ് ഉണ്ടാവുക. അതിന് തൊട്ട് മുകളിലായിരിക്കും കുറച്ചും കൂടി ഉയർന്ന ആളുകൾക്ക്, ഒരു മിഡിൽ ക്ലാസ് ആളുകൾ താമസിക്കാനുള്ള അവരുടെ വീടുണ്ടാവുക അവിടെയാണ്. അതിനും തൊട്ട് മുകളിലാണ് ഈ മറ്റേ കൊട്ടാരമായി ബന്ധപ്പെട്ടുള്ള കുറച്ചും കൂടി ഉയർന്ന ആളുകൾ താമസിക്കുന്ന അവസ്ഥ ഇതായിരിക്കും. ഏറ്റവും മുകൾ ഭാഗത്തായിരിക്കും രാജാവിന്റെ കൊട്ടാരം ഉണ്ടാവുക. മനസ്സിലാവും ഞാൻ പറഞ്ഞ പോയിന്റ് കിട്ടില്ല? അപ്പൊ ആ രാജാവിന്റെ കൊട്ടാരത്തിന്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സിറ്റി മൊത്തം കാണാൻ പറ്റും. ആ സിറ്റി മൊത്തം സ്ഥിതി ചെയ്യുന്നത് 4 ചുമരിന്റെ ഉള്ളിലാണ്. ഈ ചുമരനാണ് സൂർ എന്ന് പറയാം. ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലാവുന്നുണ്ടാ? അപ്പൊ നിങ്ങളെ മനസ്സിൽ ഒരു പ്രൊട്ടക്ഷൻ. യെസ്, ആ സിറ്റി മൊത്തം സംരക്ഷിക്കപ്പെടുന്നത് ഈ 4 ചുമര് കൊണ്ടാണ്. ഈ 4 ചുമരിന്റെ ഓരോ ഇന്റർവെല്ല് വെച്ചിട്ട് എന്തുണ്ടാവും? അവിടെ കാവൽക്കാർക്ക് നിൽക്കാനുള്ള ചെക്ക് പോസ്റ്റുകൾ ഉണ്ടാവും. അവിടുന്നാണ് അവർ നിരീക്ഷിക്കുക. ദൂരം ഭാഗത്ത് വല്ല
ശത്രുക്കള് മറ്റേ വരുന്നുണ്ടോ ഇല്ലേ, അവിടുന്നാണ് അവർ അമ്പ് ചെയ്യല്, അവിടുന്നാണ് അവർ ചെറിയ പീരങ്കിലെ കൊണ്ടൊക്കെ മറ്റേ ഇത് കാനൻ ബോൾസ് തെറിക്കണത്, അമ്പ് ചെയ്യല്, അതുപോലെ മറ്റേ തീ കത്തിച്ച് വിടുന്നത്, പന്ത വിടുന്നത്, ആ വക പണിയൊക്കെ അതിന്റെ മുകളിലാണ്. അതിന്റെ മുകളിലാണ് എന്ത് ചെയ്യുക, കരിയോല വെച്ചിട്ടുണ്ടാവും. ആ കരിയോല താഴത്തേക്ക് ഇട്ടിട്ട് കത്തിക്കണ പണിയൊക്കെ അവിടുന്ന് ചെയ്യാം. അതെന്തിനാണ്? പ്രൊട്ടക്ഷനാണ്. ഈ ചുമരുകൾ തകർന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലേക്ക് ആൾക്ക് കയറാൻ പറ്റും. അപ്പൊ അതാണ് സൂർ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നിങ്ങൾക്ക് നല്ലൊരു മനസ്സുകൊണ്ടൊരു കാഴ്ച കിട്ടണം ഞാൻ പറഞ്ഞതാന്നുള്ളത്. ഓക്കെ. അപ്പോ ഈ മറ്റേ അത് മാത്രമെന്നല്ല, ഒരു ശത്രു ഈ ഒരു നഗരത്തിലേക്ക് അതിക്രമിച്ച് കടക്കാൻ ശ്രമിക്കുമ്പോൾ അവര് നോക്കുക ഈ ചുമരുകളിൽ ഏറ്റവും വീക്കായ സ്പോട്ട് നോക്കുക. ആ ചുമരിന്റെ ഏത് ഭാഗത്താണ് ഏറ്റവും ബലഹീനമായി സൃഷ്ടിക്കപ്പെട്ടത് ചില അവിടെ പോയിട്ടാണ് അവർ ആദ്യം എന്ത് ചെയ്യുക, തുറന്നിട്ട് ഉള്ളി കയറാൻ നോക്കുക. അപ്പൊ മാത്രമല്ല, ഈ ഉയർന്ന ഞാൻ പറഞ്ഞില്ല ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് കയറിട്ട് കയറാൻ പറ്റില്ല. കയറി കഴിഞ്ഞാൽ തന്നെ മുകളിൽ നിൽക്കുന്നവർക്ക് ഈ കയറുന്ന മറ്റേ ആളുകളെ അമ്പ് ചെയ്യാനും കുന്തം കൊണ്ട് കുത്തി താഴത്തിലാണൊക്കെ അവർക്ക് സാധിക്കും. അപ്പൊ ഈ ഒരു 4 ചുമരിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലേക്ക് ആദ്യം വരണം. അതിന്റെ വാതിലുകൾ ഭയങ്കര വലിയ വാതിലായിരിക്കും. ആ ഒരു കവാടം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അടിയിൽ കൂടെ രാജാവിനും ഇവർക്കൊക്കെ രക്ഷപ്പെടാനുള്ള തുരങ്കവും സംഗതികളൊക്കെ വേറെ ഉണ്ടാവും. അത് വേറെ കാര്യം. അത് പൊതുവെ ആരും അറിയില്ല. രാജാവിനും രാജാവിന്റെ വേണ്ടപ്പെട്ട ആളുകൾക്ക് മാത്രമേ നിശ്ചയുണ്ടാവുള്ളൂ. ഈ ആർമിയുടെ തലപ്പത്തുള്ള ആൾക്ക് മാത്രമേ അറിയുള്ളൂ ആ രഹസ്യമായിട്ടുള്ള തുരങ്കം. ഇപ്പൊ ഈ മറ്റേ ടിപ്പു സുൽത്താന്റെ കോട്ടയിലൊക്കെ സംഗതികളുണ്ട്, അണ്ടർഗ്രൗണ്ട് പാസേജുകൾ. പക്ഷെ ഈ ഒറ്റ കവാടം വളരെയധികം ഹെവിലി ഗാർഡഡ് ആയിരിക്കും. നല്ല ഒന്നല്ലെങ്കിൽ നല്ല ഇരുമ്പ് കൊണ്ടോ ഇരുമ്പും മരക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് അങ്ങനെ ഇടിച്ച് തുറക്കാനൊന്നും പറ്റാത്ത ഒരു അവസ്ഥയിൽ ഉണ്ടാക്കുക. നിങ്ങൾക്ക് പണ്ട് ഓർമ്മ ഉണ്ടാവും, റോമ മറ്റേ യുദ്ധം ഉണ്ടായപ്പോ ഈ കുതിര ഉപയോഗിച്ചുകൊണ്ട് കുതിര ഉള്ളി ആളെടുത്തിട്ട് കുതിര ഉള്ളി കയറ്റെങ്കിൽ ഓർമ്മയില്ല. എന്തുകൊണ്ടാണ് ഈ പറയുന്ന വാതിൽ തകർക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. എന്ത് ചെയ്താലും തകർക്കാൻ പറ്റില്ല. അത്രയും സ്ട്രോങ് ആയിട്ടേക്കും ആ വാതിൽ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ടാണ് പണ്ടത്തെ കാലത്തൊക്കെ ഈ കാറ്റപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ഇരുമ്പിന്റെ മറ്റേതുള്ള ബോൾ ഉണ്ടാക്കിയിട്ട് അതിൽ തീ ഇട്ടിട്ടാണ് എറിയ ഈ എന്താണ് ഇതിന്റെ വാതിലുകൾ പൊളിച്ചടക്കാൻ വേണ്ടി. എന്നിട്ടാണ് എന്ത് ചെയ്യുക, ആക്രമിച്ചുകൊണ്ട് ഇവര് ഈ സിറ്റി പിടിക്കുക. അങ്ങനെ താഴത്തിലെല്ലാവരും എന്താണ് ആക്രമിച്ചു കഴിഞ്ഞ് അവസാനം രാജാവിന്റെ അടുത്തെത്തി രാജാവിനെ കിടക്കിയാൽ ആ മൊത്തം സിറ്റി വീണ് എന്നുള്ളതാണ്. ഇതാണ് പണ്ടത്തെ ഫ്യൂഡൽ ഒരു കാഴ്ചപ്പാടും അവരുടെ രീതികൾ അങ്ങനെ ആയിരുന്നു. അപ്പൊ ഈ ഉയർന്ന ചുമരുകൾക്കാണ് എന്ത് പറയാണ്, സൂർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട് കേട്ടാ. പിന്നെ അപ്പോ അതുപോലെ സവ്വറ എന്ന് പറഞ്ഞാല് ഒരു ഉയർന്നുള്ള ഒരു കയറ്റം കയറി പോകുന്നതിന് എന്ത് ചെയ്യുക, മുകളിലേക്ക് ഇങ്ങനെ കയറി പോകുന്നതിന് സവ്വറ എന്ന് പറയും. ഓക്കെ. അപ്പോ എന്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി ഇപ്പൊ ഈ പറയുന്ന ഒരു ചുമരിന്റെ മുകളിലേക്ക് ഒരാൾ ഇങ്ങനെ കയറുകയാണെങ്കിൽ അതിനെന്താ പറയാ, സവ്വറ എന്നാണ് പറയാ. ഇനി ഈ 4 ചുമരിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഒരു സൗവറ എന്താന്ന് പറഞ്ഞ? സവ്വറ മീൻസ് ടു ക്ലൈംബ് അപ്പ് ഓർ സ്കെയിൽ അപ്പ്. ഓക്കെ. അതിനാണ് സവ്വറ എന്ന് പറയാം. ഓക്കെ. അപ്പൊ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദീസ് ഓൾ കം ഫ്രം ദ സെയിം റൂട്ട് വേർഡ്. സൂർ, സൗവറ, സൂറ ഇതൊക്കെ സെയിം റൂട്ട് വേർഡ് എന്നാ വരിക. ദാറ്റ്സ് ഹൗ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ കുറച്ചും കൂടി ഒരു ലാംഗ്വേജ് പെർസ്പെക്റ്റീവിലാണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് വ്യക്തമായിട്ട് നിങ്ങളെ മനസ്സിലേക്ക് ഇനി ഞാൻ ഈ പറഞ്ഞ സംഗതി വെച്ചിട്ട് വേണം ഒരു സൂറത്ത് എന്ന് പറയുമ്പോൾ ആ സൂറത്തിന്റെ അകത്ത് വരുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ഓർക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കോലത്തിലായിരിക്കും. Now what is happening inside city? ഈ 4 ചുമരിനുള്ളിൽ എന്ത് സംഭവിക്കുന്നത്, എന്താ നടക്കുന്നത്? ഒരു എൻറ്റയർ സിറ്റി അതിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മാർക്കറ്റ് സ്ഥലമുണ്ട്, വീട് താമസ സ്ഥലങ്ങളുണ്ട്, ഗവൺമെന്റ് ക്വാർട്ടേഴ്സ് ഉണ്ട്, ഭക്ഷണം സ്റ്റോറേജ് ഉണ്ട്, അവരുടെ ഗോഡൌണുകൾ ഉണ്ട്, അവരുടെ അമ്പലങ്ങളോ അല്ലെങ്കിൽ ആരാധനാശാലകളുണ്ട് അവിടെ, അവരെ മറ്റേ ഈ കാറ്റില് അതായത് അവരുടെ മൃഗങ്ങളെ സംരക്ഷിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെ കുതിര നോക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, ആ കുതിരക്ക് ഭക്ഷണം കൊടുക്കാൻ അല്ലെങ്കിൽ അവരുടെ മറ്റേ ഈ ഫ്ലോക്സ് നോക്കാനുള്ള സംഗതിയുണ്ട്, അവിടെ ചെറിയ ആശുപത്രികൾ ഉണ്ടാവും, ബിസിനസ് സെന്റർ ഉണ്ടാവും, അവിടെ ട്രെയിനിങ് സ്ഥലങ്ങളുണ്ട്, അവരുടെ ഭടന്മാർ ട്രെയിൻ ചെയ്യാനുള്ള സ്ഥലങ്ങൾ അമ്പും വില്ലൊക്കെ വെച്ചിട്ട് ചെയ്യാനുള്ള സ്ഥലം വേറെ ഉണ്ടാവും. അത് മാത്രമല്ല പബ്ലിക് ഗാർഡൻ ഉണ്ടാവും, പബ്ലിക്കായിട്ട് ആൾ വന്ന് കൂട്ടമായി ഇരിക്കാനുള്ള സ്ഥലങ്ങൾ ഉണ്ടാവും, അവിടെ പാട്ടും പാടി റീക്രിയേഷനായി ബന്ധപ്പെട്ടുകൊണ്ട് പാട്ടും പാടി മദ്യം കുടിച്ച് ഡാൻസ് ആനുള്ള സൗകര്യം അവിടെ വേറെ ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് കാണുന്ന ഒരു ടൗൺഷിപ്പ് ഉണ്ടല്ലോ,
അതിപ്പോ ഇന്നിപ്പോ ഒരു ബിൽഡേഴ്സ് വന്നിട്ട് കുറെ എന്താണ് ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാവും, ഒരു കമ്മ്യൂണിറ്റി സെന്റർ, അതുപോലെ ഒരു ഷോപ്പിംഗ് സെന്റർ, ഷോപ്പിംഗ് മാള്, ഇപ്പൊ ശോഭാ സിറ്റി എന്നൊക്കെ പോലെ, ശോഭാ സിറ്റി അത് ആ ഒരു കോൺസെപ്റ്റാണ്. താമസം കുറെ ഉണ്ട്, എന്നാൽ തന്നെ അവിടെ ഒരുപാട് സംഗതി വേറെ ഉണ്ട്, എന്നാൽ ഒരു സംഗതിക്കും എന്ന് പുറത്ത് പോകേണ്ട ആവശ്യമില്ല, ഒക്കെ അതിനുള്ളിൽ തന്നെ ഉണ്ട് എന്ന ഒരു കോൺസെപ്റ്റാണ് ഈ പറയുന്ന 4 ചുമരിലുള്ളത്. അപ്പൊ അത് എൻറ്റയർ ലാൻഡ്സ്കേപ്പ് എന്നുള്ളത് ഒരു സിറ്റിയുടെ അകത്താണ്. പള്ളി, ഹോസ്പിറ്റൽ, അമ്പലം, ക്ലിനിക്ക്, സൂപ്പർ മാർക്കറ്റ്, ഇന്നത്തെ ഭാഷ പറയുകയാണെങ്കിൽ എല്ലാ സംഗതികളും അവിടെ തന്നെ ലഭ്യമാണ് കേട്ടോ. അപ്പോ ഇനി ഈ ഒരു സിറ്റി എന്ന് പറഞ്ഞാല് എന്താണ് മറ്റേ ഇല്ലേ, ഈ ഒരുപാട് സംഗതികൾ ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ട് ഒരുപാട് സംഗതികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ 4 ചുമരിലുള്ള അവസ്ഥ അല്ലെ. അപ്പോ മുകളിൽ നിന്ന് നിങ്ങൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ മനോഹരമായി കൊണ്ടായിരിക്കും കാണാം. ഡൈവേഴ്സിറ്റി പറയുന്നതാണ് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു സംഗതി ആയിരിക്കും എന്ത് ഈ സിറ്റിയുടെ അകം അല്ലെ. പാവപ്പെട്ടവരുടെ മൂലക്ക ഉണ്ടാവും, പണക്കാരൻ മറ്റൊരു മൂലക്ക ഉണ്ടാവും, അതുപോലെ എന്താണ് മറ്റേ രാജ വംശത്തിൽപ്പെട്ട ആളുകളുടെ ഒരു സ്ഥലം വേറെ ഉണ്ടാവും. അപ്പൊ ഈ താഴ്ന്ന ജാതിക്കാർ അങ്ങോട്ട് വരില്ല, ഇവർ ഇങ്ങോട്ട് വരില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഉയർന്ന ജാതിക്കാർക്കുള്ള അമ്പലങ്ങൾ അല്ലെങ്കിൽ പള്ളികൾ അവിടെ വേറെ ഉണ്ടാവും, താഴ്ന്ന ജാതിക്കാർക്കുള്ള ഇവിടെ ഉണ്ടാവും, ഉയർന്ന ജാതിക്കാർക്കുള്ള ഹെൽത്ത് സെന്റർ വേറെ ഉണ്ടാവും, കുളിക്കാനുള്ള ബാത്റൂംസ് വേറെ ഉണ്ടാവും, ദുബർക്കുള്ള വേറെ ഉണ്ടാവും. അങ്ങനെ മൊത്തത്തിലുള്ള ഒരു ഡൈവേഴ്സിഫൈ ആയി കൊണ്ടുള്ള അവസ്ഥ നമുക്ക് എന്ത് കാണാൻ പറ്റുക, ഈ ഒരു സിറ്റത്ത് കാണാൻ പറ്റുക. അപ്പൊ സൂറ എന്ന വാക്ക് it seems to suggest that when you look at the view of a surah, it's like you climb up and you look at it from a height. അതായത് ഒരു സൂറ എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഒരു മതിലിന്റെ മുകളിൽ നമ്മൾ കയറി നിന്നുകൊണ്ട് ആ നഗരത്തെ വീക്ഷിക്കുമ്പോൾ എന്തെല്ലാം വ്യത്യസ്തമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മനോഹരമായി കൊണ്ട് ഡൈവേഴ്സിഫൈ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കാണുന്നു. അതുപോലെയാണ് നിങ്ങൾ ഒരു സൂറ എന്ന രൂപത്തിൽ അതിൽ പറയുന്ന പരാമർശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ചിത്രീകരിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഡൈവേഴ്സിഫൈ ഒരു കാര്യം കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞ അത് മാത്രമല്ല, ഒരു സിറ്റിയുടെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും ഇന്റർ കണക്റ്റഡ് ആണ്. വീട്, കൺസ്ട്രക്ഷൻ വർക്കർ അല്ലെ, അത് താമസിക്കുന്ന ആളുകൾക്ക് ഒരുപാട് സെക്ടറുകൾ ഉണ്ട്. ഓരോരുത്തരും ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്. ഒരാൾക്ക് ചെരുപ്പ് വേണമെങ്കിൽ ചെരുപ്പൂത്തിനടുത്ത് പോകണം, ആ ചെരുപ്പൂത്തിക്ക് വയ്യാതെ കിടന്ന ഡോക്ടർക്ക് പോകണം, ഈ ഡോക്ടർക്ക് വല്ല ധാന്യം വേണമെങ്കിൽ സ്റ്റോറേജിൽ പോകണം, ഈ സ്റ്റോറേജ് നടക്കണമെന്നുണ്ടെങ്കിൽ ട്രഷറിയിൽ പൈസ വേണം, ഈ പൈസ കിട്ടാറക്കുന്ന രാജാവിനൊക്കെ. അപ്പൊ എല്ലാതും എന്താണ് ഇന്റർ കണക്റ്റഡ് ആയി കിടക്കുകയാണ്. അപ്പോ ദ ഐഡിയ ഇസ് ദാറ്റ് സൂറ വിൽ ഹാവ് ലോട്ട് ഓഫ് തിങ്സ് ഇൻ ഇറ്റ്, ബട്ട് ഇൻ ദ എൻഡ് ഓൾ ആർ ഇന്റർ കണക്റ്റഡ്. മനസ്സിലാവുന്നുണ്ടാ? ഒരുപാട് സംഗതികൾ ഉണ്ടാവും, അതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയും ചെയ്യും. അപ്പൊ ഇതാണ് വാസ്തവത്തിൽ സൂറ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരേണ്ട ഒരു പിക്ചർ. ഈ ഡോക്ടർ മുഹമ്മദ് അക്രം നദ്വി അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഹി സേസ് ദാറ്റ് ഇതാണ് സൂറ എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം. അതായത് ഒരു സിറ്റിയെ നമ്മൾ പുറത്ത് വീക്ഷിക്കുമ്പോൾ കാണുന്ന ഒരു മനോഹരമായ ബന്ധങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ആക്ടിവിറ്റികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി, എല്ലാതും പരസ്പരം വളരെ ഹാർമോണിയസ് ആയിക്കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഒരു എന്നാൽ എല്ലാവരും ഒരൊറ്റക്കെട്ടാണ്. ആ സിറ്റിയെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ ഇതിൻ്റെ ഉള്ളിലത്തെ ആൾക്കാരൊക്കെ ഒന്നാവും. അവിടെ പണക്കാരനില്ല, ചെറുപ്പക്കാരനില്ല, അവിടെ പാതിരില്ല, അവിടെ രാജാവില്ല, എല്ലാവരും ഒന്നാ, ഭടന്മാരില്ല അല്ലെ. ആ സിറ്റിയെ പുറത്തുനിന്ന് ഏത് ശക്തിയാണെങ്കിലും എതിർത്തുകൊണ്ട് അവര് അതിനെ സംരക്ഷിക്കും. ആ അർത്ഥത്തിൽ അവർ ഒറ്റ യൂണിറ്റാണ്. എന്നാലോ ഒരുപാട് വൈവിധ്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് ഒരു സൂറ എന്ന് പറയുമ്പോൾ മുഹമ്മദ് അക്രം നദ്വി അദ്ദേഹം പറഞ്ഞത്. ഈ ഡോക്ടർ മുഹമ്മദ് അക്രം നദ്വി എന്ന് പറഞ്ഞ ആള് ഒരു ഇസ്ലാമിക് സ്കോളറാണ്. അദ്ദേഹം ജനിച്ചത് 1964 ജോൺപൂർ UP. ഓക്കെ, അദ്ദേഹം മാത്രമല്ല, അദ്ദേഹം എഴുതിയിട്ടുള്ള 50 വോളിയം ഉള്ള ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്തിനെ കുറിച്ചാണ് അറിയോ നിങ്ങൾക്ക്? അതായത് മുഹദ്ദിസുകളെ കുറിച്ചിട്ട്, അതായത് ഫീമെയിൽ ഹദീസ് കളക്ടേഴ്സ് ഇൻ ഇസ്ലാമിക് ഹിസ്റ്ററി. ഇസ്ലാമിക ചരിത്രത്തിലെ പെൺരത്നങ്ങൾ, അതായത് ഹദീസുകൾ ശേഖരിച്ച പെൺരത്നങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പുസ്തകങ്ങൾ അദ്ദേഹം 50 വോളിയം ഉള്ള പുസ്തകം അദ്ദേഹം രചിച്ച ആളാണ്.
അത് മാത്രമല്ല അദ്ദേഹം 2600ഓളം സ്ത്രീകളെ കുറിച്ചിട്ട് ആ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. കേട്ടാ, അത് അദ്ദേഹത്തിന് ഒരു 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 കൃതിയാണ് അദ്ദേഹത്തിന്റെ. അപ്പോ അപ്പൊ അദ്ദേഹമാണ് സൂറയെ കുറിച്ച് പറഞ്ഞൊരു കാഴ്ചപ്പാട് പറഞ്ഞാല്, ഞാൻ ഒരു സൂസൈഡ് പോയിന്റ് ഇല്ലേ, ഒരു മലയുടെ മുകളിൽ സൂസൈഡ് പോയിന്റ്, ഞാനൊരു സൂസൈഡ് പോയിന്റിലേക്ക് നിന്ന് കഴിഞ്ഞാല് താഴേക്ക് നോക്കുമ്പോ എനിക്ക് എന്തെല്ലാം കാണാൻ പറ്റും? പച്ചപ്പ് കാണാൻ പറ്റും, ഇടയ്ക്ക് തോട് കാണാൻ പറ്റും, റോഡുകൾ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞു പോണ കാണാൻ പറ്റും, മൃഗങ്ങളെ കാണാൻ പറ്റും, അത് വ്യത്യസ്ത രൂപത്തിലെ മൃഗങ്ങളെ കാണാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന, വ്യത്യസ്ത നിറത്തിലുള്ള പൂക്കള്, വ്യത്യസ്ത നിറത്തിലുള്ള മരങ്ങള്, ചില മരങ്ങൾ ഉണങ്ങി വീഴുന്ന ഇലകളെ നിറം വേറെ നിറമായിരിക്കും, ചിലത് പച്ച നിറമായിരിക്കും, ചിലത് മഞ്ഞ നിറമായിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ പറക്കുന്ന പക്ഷികള്, മുകളിലാണെങ്കിൽ കുന്നിന്റെ ക്ലിഫിന്റെ മുകളിലാണല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ടും മേഘങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് കാണാം, മഞ്ഞ് വീണ കാണാം. ആ ഒരു വ്യൂ ഉണ്ടോ, ആ ഒരു 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 ദൃശ്യം, അത് വല്ലാത്ത മനോഹരമായ ഒരു ദൃശ്യമായിരിക്കും അത്. അതുപോലെ വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടാവും, പക്ഷികൾ പറന്നു നടക്കുന്നുണ്ടാവും. എല്ലാതും എന്താണ്, വ്യത്യസ്തമായ രൂപത്തിൽ കാണാൻ സാധിക്കും അല്ലെ. ഇനി അത് എത്ര മനോഹരമായിരിക്കും അത് കാണാൻ. ഇനി ആ സ്ഥാനത്ത് നിങ്ങൾ സങ്കല്പിച്ച് നോക്കി, നിങ്ങൾ ഇങ്ങനെ ഒരു സൂസൈഡ് പോയിന്റ് മുകളിൽ പോയി നിന്നിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല, ഏതേ ഒന്ന് മാത്രമേ ഉള്ളൂ. ഒന്നല്ലെങ്കിൽ മരങ്ങൾ, അല്ലെങ്കിൽ പുല്ല് മാത്രം, അല്ലെങ്കിൽ മൃഗം മാത്രം, വേറെ ഒന്നുമില്ല. അത്ര ബോറിംഗ് ആയിരിക്കും അത്, കണ്ണിന് കാണാൻ തന്നെ ഒരു അരോചകമായിരിക്കും അല്ലെ. അപ്പോ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാകുമ്പോഴാണ് കാണാനും കാഴ്ചക്കും ഒരു മനോഹരമായി തോന്നുക അല്ലെ. എന്നതുപോലെ തന്നെയാണ് എന്ത്, ഒരു സൂറ തന്നെ നമ്മൾ നോക്കുമ്പോൾ, ഉദാഹരണം നമ്മൾ സൂറത്തുൽ ബഖറ എടുത്ത് നോക്കി. സൂറത്തുൽ ബഖറ എടുത്ത് നോക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ എന്താണ്, പ്രവാചകന് മുമ്പിൽ 3 തരത്തിലുള്ള ആൾക്കാരെ പരിചയപ്പെടുത്തുക. ആരൊക്കെ പരിചയപ്പെടുത്തുന്നത്? അള്ളാഹു ഫസ്റ്റ് തന്നെ അള്ളാഹു പരിചയപ്പെടുത്തുക. ആരാ പരിചയപ്പെടുത്തുന്നത്? ഒന്നാമതായിട്ട് ആരാ പരിചയപ്പെടുത്തുന്നത്? നിങ്ങളെ മനസ്സിൽ ഇങ്ങനെ വരണം, ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട്. ആരാ പരിചയപ്പെടുത്തുന്നത്? മുത്തഖി എന്ന് പറഞ്ഞാൽ ആരാണ്? വിശ്വാസികളെ കുറിച്ചിട്ട്. അല്ലദീന യുമിനൂന ബിൽ ഗൈബ് വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഇതൊക്കെ ആരാണ്? വിശ്വാസികളാണ്. എന്നാൽ അള്ളാഹു അവസാനം പറഞ്ഞവരെ കുറിച്ചിട്ട് ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവരാകുന്നു അള്ളാഹുവിന്റെ ഹിദായത്തിൽ അവരായിരിക്കും വിജയിക്കുന്നവർ. അപ്പോൾ ഒരു സെക്ഷൻ കഴിഞ്ഞു. അപ്പം എന്തായത്, വിശ്വാസികളെ കുറിച്ച് പരാമർശം കഴിഞ്ഞു. അടുത്ത ആള്, ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുമിനൂൻ. സൂറത്തുൽ ബഖറയുടെ 6-ാമത്തെ 7-ാമത്തെ ആയത്തപ്പോ ഞാനീ പറഞ്ഞത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുഹമ്മദ് അക്രം നദ്വിയാണോ ലക്കം നദ്വിയാണോ? അക്രം മുഹമ്മദ്, ഡോക്ടർ മുഹമ്മദ് അക്രം നദ്വി. അക്രം. ഓക്കെ, ഒക്കെ നല്ലോണം നോട്ടിലോട്ട്. അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ മറ്റേ ഇതിലൊക്കെ വരും, ഡോക്ടറുടെ പേരും കാര്യമൊക്കെ, ഏത് നാട്, ഏത് സ്റ്റേറ്റ് ആണെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും, എന്നാ ജനിച്ചെന്നൊക്കെ ചോദിക്കും. അതൊക്കെ പഠിച്ചോളൂ. ജനിച്ച വർഷം ഒന്ന് ഇംഗ്ലീഷിൽ പറയോ? 1964. ഞാൻ സത്യം പറഞ്ഞാലേ ഈ മറ്റേ 6 ബാച്ച് വരെ എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല, 2 ഭാഷ. 7-ാമത്തെ ബാച്ചിൽ 2 ഭാഷയും പറഞ്ഞോ. എന്നാലും വേണ്ട, നോ പ്രോബ്ലം. ആദ്യം മലയാളത്തിൽ പറഞ്ഞോ, താഴെ ഇംഗ്ലീഷിൽ പറഞ്ഞോ. ജോധ്പൂർ എന്താ പറഞ്ഞ? ജോൺപൂർ, യുപിയില് ജോൺപൂർ, JAUNPUR, ജോൺപൂർ. ഓക്കെ, അപ്പോ ഇനി സൂറത്തുൽ ബഖറയിലേക്ക് വരാം. അപ്പോ എങ്ങനെയാണ് ഈ ഒരു പറയുന്ന ദൃശ്യം, ആ ദൃശ്യം നമ്മൾ ഒരു എക്സാമ്പിൾ സൂറത്തുൽ ബഖറ എടുത്തുകൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ള. ഒന്ന്, സത്യവിശ്വാസികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു. രണ്ടാമത്, സത്യനിഷേധത്തെ കുറിച്ച് പരിചയപ്പെടുത്തി. ആർക്ക്? റസൂലുള്ളാഹിക്ക് പരിചയപ്പെടുത്തി. മൂന്നാമത് ആരെ കുറിച്ചാ പറഞ്ഞത്? അതെന്താ പറഞ്ഞത്? അല്ലേ, അതെ, ഞങ്ങൾ അവരെ കളിയാക്കിയിരുന്നു. ആര് പറയും? മുനാഫിഖ് പറയും അല്ലെ. അപ്പൊ 3 കൂട്ടരെ പരിചയപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് അള്ളാഹു പിന്നെ ആരെ കുറിച്ചാ പറഞ്ഞത്? ആരെ കുറിച്ചാ?
ഓ, ആദം. ബനി ഇസ്രായേൽ. ഇബ്ലീസ് അല്ല, ഇബ്ലീസ് ഇസ്രായേലികളെ കുറിച്ചിട്ടല്ലേ? ആരെ? ഇബ്ലീസ് ഇബ്ലീസിന്റെ അല്ല, മലക്കുകളെ സൃഷ്ടിച്ചു. മലക്കള് സൃഷ്ടിക്കുക. ഇസ്രായേലികളെ അല്ല. ബനി ഇസ്രായേലല്ലേ? ബനി ഇസ്രായേൽ. ഇസ്രായേൽ കുറച്ച് പോകണ്ട്, അവിടെ എത്തിയില്ല. അതിന് മുമ്പേ ആ ആ ആ ഒരു ആദം അലൈഹി ഇസ്ലാമിന് ചരിത്രം പറഞ്ഞു. ആദനബി. وإذ قال ربك للملائكة إني جاعل في الأرض خليفة قالوا وتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك. അല്ലെ? ആദം അലൈഹി സൃഷ്ടിയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. പിന്നെ ആദം അവിടെ ഭൂമി എന്താണ് മറ്റേ സ്വർഗത്തിൽ താമസിച്ച കാര്യം പറഞ്ഞു. ആദം അലൈഹി സ്വലാമിന് തെറ്റ് സംഭവിച്ച കാര്യം പറഞ്ഞു. അപ്പൊ ആദം അലൈഹി സ്വലാം എന്താ പറഞ്ഞു? റബ്ബനാ ളംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ മിനൽ ഖാസിരീൻ. അല്ലെ? പറ്റിപ്പോയി, പുറത്തു തരണം. അപ്പൊ എന്താ ഉണ്ടായത്? അള്ളാഹു ഫതാബ അലൈഹിം, അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഖുൽനാ ഹബതു മിൻഹാ ജമീഅ, നിങ്ങൾ എല്ലാവരും ഒന്ന് പുറത്തേക്ക് പോവുക. അല്ലെ? ആദം അലൈഹി ഇസ്ലാമിനെയും ഹൗവനെയും എല്ലാരും പിടിച്ചെടുത്ത് അള്ളാഹു ഭൂമിയിലേക്ക് പറഞ്ഞു. അങ്ങനെ ആ ഒരു സെക്ഷൻ അവിടെ അവസാനിച്ചു. പിന്നെ അടുത്ത സെക്ഷൻ എന്താ? അപ്പൊ വിശ്വാസി, അവിശ്വാസി, മുനാഫിഖ്, ആദം അലൈഹി ഇസ്ലാം ചരിത്രം. പിന്നെ അവിടുത്തെ എന്താ പറഞ്ഞത്? ബനി ഇസ്രായേൽ. യാ ബനി ഇസ്രായേൽ اذكروا نعمتي التي انعمت عليكم واوفوا بعهدي اوفي بعهدكم فإياي فارهبون. അല്ലെ? എന്താ പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തണം. ആരെ? യാ ബനി ഇസ്രായേൽ, അല്ലയോ ഇസ്രായേൽ സന്തതികളെ, എന്താണ്? ഇദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് ഔദാര്യങ്ങളെ കുറിച്ച് ഓർത്തു നോക്ക്. എന്നിട്ടോ രണ്ട് കാര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുന്നത്. ഒന്ന് എന്താണ്? ആ സംസാരം ഒന്ന് നിർത്തിക്കുക, ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഏതോ ടീക്ക എന്തോന്ന് കേൾക്കുന്നുണ്ട്. അതൊന്ന് മ്യൂട്ട് ചെയ്ത് മ്യൂട്ട് ചെയ്തേ. അവിടുന്നാണല്ലേ, അമ്മായിയുടെ അവിടുന്നാണല്ലേ വർത്താനം വരുന്നത്, വെറുത്തല്ല. ഓക്കെ. അപ്പൊ അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റേ ബനി ഇസ്രായേലിനെ അള്ളാഹു ഓർമ്മപ്പെടുത്തുക. എന്താണ്? ഞാൻ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം തന്നിരുന്നു. എന്ന് രണ്ടാമത്തെ കാര്യം, നമ്മളൊരു കരാറുണ്ടായിരുന്നു, ആ കരാർ നിങ്ങൾ പാലിക്കുക, ഓർമ്മപ്പെടുത്തുക. എന്നിട്ട് വീണ്ടും അള്ളാഹു പറയാണ് യാ ബനി ഇസ്രായേൽ ഇദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, ഞാൻ നിനക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കുക. ആലമീൻ, ഞാൻ നിങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ നിങ്ങളെ ഉയർന്ന സ്ഥാനം നിങ്ങൾക്ക് തന്നത് നിങ്ങൾ ഓർക്കുക. എന്നിട്ട് അവിടുന്ന് അങ്ങണ്ട് ഏകദേശം 70-80ഓളം ആയത്തുകള് അള്ളാഹു സുബ്ഹാനഹു വ തആല ബനി ഇസ്രായേലിന് നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ കുറിച്ചിട്ടും അവര് തിരിച്ചു കാണിച്ച നന്ദികേടിനെ കുറിച്ചിട്ടും അവര് പ്രവാചകന്മാരോട് ചെയ്ത അനീതികളെ കുറിച്ചിട്ടും കംപ്ലീറ്റ് എണ്ണിങ്ങണ്ട് പറയാം. അപ്പോ 3 തരത്തിലുള്ള ആളെ അള്ളാഹ് പരിചയപ്പെടുത്തി. ആദം അലൈഹി ഇസ്ലാം ചരിത്രം പറഞ്ഞു. ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചരിത്രം ആരെ കുറിച്ചിട്ടാണ്? ബനി ഇസ്രായേലിനെ കുറിച്ചിട്ടാണ്. ഓക്കെ. ബനി ഇസ്രായേലിന്റെ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കാൻ അള്ളാഹു വീണ്ടും പറയാണ് യാ ബനി ഇസ്രായേൽ ഇദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും. അത് പറഞ്ഞ ശേഷം പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അടുത്ത ചരിത്രം ആരെ കുറിച്ചിട്ടാ? എവിടെ? ആരെ കുറിച്ചിട്ടാ? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ പറഞ്ഞു. അബ്രഹാം അലൈഹി ഇസ്ലാമിന് നൽകിയിട്ടുള്ള പരീക്ഷണങ്ങളും അത് മനോഹരമായി വിജയിച്ച കഥ പറഞ്ഞു. അപ്പൊ അള്ളാഹ് പറഞ്ഞു ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. അങ്ങനെ അവിടുന്ന് അങ്ങോട്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ പരിചയപ്പെടുത്തി, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മകനെ പരിചയപ്പെടുത്തി. അപ്പൊ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ചരിത്രം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അടുത്ത വിഷയം എന്താ? എവിടെ? അതാ ഞാൻ പറഞ്ഞത്, അതുപോലെ ഖുർആന്റെ ക്ലാസ്സിൽ പങ്കെടുക്കണമെങ്കിൽ കുറച്ചൊക്കെ മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ചാ പറഞ്ഞത്. അതൊക്കെ ബനി ഇസ്രായേലിന്റെ കഥയെ പെട്ടുപോയി, കഴിഞ്ഞു പണി. ഇനി അടുത്ത് നമ്മൾ വിഷയം പറഞ്ഞാല് ഇബ്രാഹിം അലൈഹി ഇസ്ലാമാ. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് അള്ളാഹു ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത്? മുസ്ലിങ്ങള്. യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്തി ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ. തുടക്കം എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ എന്ന് പറഞ്ഞു
ഖുർആന് ആദ്യമായിട്ട് സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന ഫസ്റ്റ് വർത്തമാനം ക്ഷമയുള്ളവരാണെന്ന് പറഞ്ഞത്. ക്ഷമയാണെന്ന് പറഞ്ഞത്. എന്നിട്ട് ആ ക്ഷമ വേണം പറഞ്ഞിട്ട് എടുത്ത നെക്സ്റ്റ് ആയത്തിൽ എന്താ അറിയാം പറഞ്ഞത്? എന്താ? അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെട്ടവരെ നിങ്ങൾ അമുവാത്ത് എന്ന് വിളിക്കരുത്, പക്ഷേ ബലഹയാഉൻ, അവര് ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ എന്തൊക്കെ ഇപ്പോ 3 വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞു. വിശ്വാസി, അവിശ്വാസി, മുനാഫിഖ്. ആദം അലൈഹി ഇസ്ലാം, പിന്നെന്താണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം, പിന്നാണ് സത്യവിശ്വാസികളെ കുറിച്ച്. ഇസ്രായേൽ കഴിഞ്ഞിട്ടല്ലേ ഇബ്രാഹിം? അതെ, ബനി ഇസ്രായേൽ കഴിഞ്ഞിട്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാം, ഇബ്രാഹിം അലൈഹി ഇസ്ലാം കഴിഞ്ഞിട്ട് സത്യവിശ്വാസികളെ പറഞ്ഞു. പിന്നെ അവിടുന്ന് അങ്ങണ്ട് ബനി ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് ചെങ്കോല് വാങ്ങിയിട്ട് മുസ്ലിം ഉമ്മത്തിന് കൊടുത്ത കാര്യമാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മുസ്ലിം ഉമ്മത്തിന്റെ വിഷയത്തിലുള്ള തലാഖിനെ കുറിച്ച് പറയുന്നുണ്ട്, പലിശയെ കുറിച്ച് പറയുന്നുണ്ട്, യുദ്ധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, പല കാര്യങ്ങളും. ഞാൻ ഒരു ക്ലാസ്സിലിരിക്കണൊക്കെ പറ്റുന്നുണ്ടല്ലേ? ഓക്കെ, കുറിച്ചിട്ട് ഷഹാന ഒന്ന് മ്യൂട്ട് ചെയ്യും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു. നിങ്ങൾ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സംഗതിയൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഇനി സൂറത്തുൽ ബഖറനെ കാണുമ്പോ ശരിക്കും നിങ്ങൾക്ക് ഒരു 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 നഗരത്തെ കാണുന്ന പോലെ കാണുന്നില്ല? മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക്? ഇത്ര മനോഹരമായിക്കൊണ്ടാണ് ആ ഖുർആൻ പറയുന്നത്. മനസ്സിലാവുന്നില്ലേ? ഇതാണ് സൂറ. ഏറ്റവും വലിയ സൂറത്ത് അപ്പൊ ഖുർആനിലെ കേക്കല്ല, ഏറ്റവും വലിയ സൂറ ബഖറയാണ് ഖുർആനിലെ. യെസ്, ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് ബഖറയാണ്. അതിന് 286 ആയത്തുകളുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ സൂറ എന്ന് പറഞ്ഞ സംഗതി. ഇനി ഖുർആൻ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്? എത്ര സൂറത്തിന് നമുക്ക്? 114 സൂറത്തുകളുണ്ട്. അത് മക്കിയും മദനിയുമായിട്ട് വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. 2 ഭാഗം സൂറത്തുകൾ ഏതാണ്? മക്കിയാണ്. 1 ഭാഗമാണ് മദനി സൂറത്തുകളുള്ളത്. ഓക്കെ, ഖുർആൻ ആണെങ്കിലോ ക്രോണോളജിക്കൽ ഓർഡർ അല്ല. എന്ന് പറഞ്ഞാൽ അവതരണത്തിനനുസരിച്ചും കൊണ്ടല്ല അതിന്റെ ഓർഡർ, അല്ലെ? ആദ്യമായിട്ട് അവതരിപ്പിക്കേണ്ട ഭാഗം ഏതാണ്? ഏതാ? എന്ന് പറയുന്ന ആയത്തുകള് അത് കിടക്കുന്നത് എവിടെയാണ്? 30-ാമത്തെ ഇത് ഖുർആന്റെ അവസാനം. അത് മാത്രമല്ല, അവസാനമായിട്ട് അവതരിക്കപ്പെട്ട ആയത്തിൽപ്പെട്ട ഒരു ആയത്താണ് ഏത്? പലിശയെ കുറിച്ച് പരാമർശിക്കുന്ന ആയത്ത്. അത് എവിടെ കിടക്കുന്നത്? ഖുർആന്റെ തുടക്കത്തിലാണ്, സൂറത്തുൽ ബഖറയിലാണ് കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഖുർആൻ എന്തല്ല, ഒരു ക്രോണോളജിക്കൽ ഓർഡറിലല്ല അതിന്റെ അവതരണം. ഓക്കെ, എന്നാലോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റേ ആയത്തുകളെ അവതരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലുമല്ല അതിന്റെ ഓർഡർ. അതോടൊപ്പം തന്നെ സബ്ജക്റ്റിന്റെ അടിസ്ഥാനത്തിലും അല്ല അതിന്റെ ഓർഡർ. കാരണം പലപ്പോഴും സബ്ജക്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ മൂസാ അലൈഹി ചരിത്രങ്ങൾ സൂറത്ത് മറ്റേ ഖസസിൽ വരുന്നുണ്ട്, സൂറത്ത് താഹയിൽ വരുന്നുണ്ട്, ബഖറയിൽ വരുന്നുണ്ട്, പലയിടത്തും വരുന്നുണ്ട്. അപ്പൊ അത് ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോ നഗരങ്ങൾക്ക് ഒരു കോമൺ എലിമെന്റ് ഉണ്ട്. അതെന്താ? എന്താ? എല്ലാ നഗരത്തിനും ഒരു കോമൺ ആയ ഒരു സംഗതി ഉണ്ട്. നഗരങ്ങൾ സിറ്റി അല്ലേ? സിറ്റി, യെസ്, സിറ്റീസ്. ബിസ്മിയാണോ? All cities have something in common. പഠിച്ചോ, ഞാൻ സിറ്റിനെ കുറിച്ചാ പറഞ്ഞത്, സൂറത്തിനെ കുറിച്ചിട്ടല്ല. എല്ലാ സിറ്റികൾക്കും ഒരു കോമൺ സാധനം. എന്താണ് അത്? അതിന്റെ ആർക്കിടെക്ചർ, കോമൺ നെയ്ബർഹുഡ്, അല്ലെ? അതായത് യു വിൽ ഫൈൻഡ് എ പ്ലേസ് ഓഫ് വർഷിപ്പ്, ആരാധനശാലകൾ ഉണ്ടാവും, ഭക്ഷണ കൊടുക്കുന്ന കേന്ദ്രം ഉണ്ടാവും, അതിന്റെ ഹോട്ടലിന്റെ പേര് എന്തോ ആവട്ടെ, പക്ഷെ ഭോജനം കൊടുക്കുന്ന സ്ഥലം ഉണ്ടാവും, ഇബാദത്ത് ചെയ്യുന്ന സ്ഥലം ഉണ്ടാവും, അത് ഏത് തരത്തിൽ ഇബാദത്താവട്ടെ അങ്ങനെ സംഭവം ഉണ്ടാവും അവിടെ. അതുപോലെ ക്വാർട്ടേഴ്സ് ഉണ്ടാവും, താമസ സ്ഥലങ്ങൾ ഉണ്ടാവും, ആളുകൾ റീക്രിയേഷൻ ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഉണ്ടാവും, അല്ലെ? ഇത് എല്ലാ സിറ്റിയിലും ഉണ്ട്. അതിന്റെ ഷേപ്പുകൾ മാറി ഉണ്ടാവും, അതിന്റെ സ്ഥാനം മാറണം, പക്ഷെ
ഇതൊക്കെ ഒരു സിറ്റിയുടെ ഭാഗമാണ്. ഒരു ക്ലിനിക്ക്, ഒരു ഹോസ്പിറ്റല്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ജില്ല എന്ന് പറയാൻ എന്താ, ജില്ലകൾക്ക് എന്തുണ്ട്, കുറെ വീടുകളുണ്ട്, അതിനെ സംരക്ഷിക്കാൻ വേണ്ടി കുറെ ക്ലിനിക്കുകളുണ്ട്, ഹെൽത്ത് സെന്ററുകളുണ്ട്, പിന്നെ എന്തുണ്ട്, ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, അല്ലെ, ഉണ്ടാവും. ഒരു തലസ്ഥാനമുണ്ട്, ഒരു ക്യാപിറ്റൽ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തുണ്ട് ഉള്ള ഒരു സംഗതിയാണ് ഒരു സിറ്റി എന്ന് പറഞ്ഞാൽ. എന്നതുപോലെ തന്നെയാണ് ഒരു സൂറ എന്ന് പറയുമ്പോഴും ഇത്തരം സംഗതി കാണാം. അപ്പോ സിറ്റികൾ ചിലപ്പോ വലുതാവാം, ചിലപ്പോ എന്താണ് കോഴിക്കോട് എന്ന് പറഞ്ഞ സിറ്റി ഉണ്ട്, ദുബായ് എന്ന് പറഞ്ഞ സിറ്റി ഉണ്ട്, ഒക്കെ ഉണ്ടാവാം. പക്ഷേ അത് വലുതായാലും ചെറുതായാലും എന്തുണ്ട്, അതിൻ്റെ അകത്തുള്ള സ്ട്രക്ചറുകൾ ഏകദേശം ഒന്നായിരിക്കും. അതേപോലെ തന്നെ സൂറത്തുകള് വലുതാവും ചെറുതാവും, പക്ഷെ അതിന്റെ ഉള്ളിലത്തെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം കോമൺ ആയിരിക്കും. ഇപ്പൊ എത്ര നമുക്ക് മനസ്സിലായ? ഓക്കെ. അടുത്ത നമ്മ അപ്പൊ ഞാൻ സൂറത്തിനെ കുറിച്ച് സംശയം ചോദിച്ചോളൂ. നമ്മൾ ഞാൻ ആയത്തിലേക്ക് കടക്കാൻ പോവാം. ആയത്തിലേക്ക് കടക്കാൻ പോവാണ്. Might be big or small, but Eh? the structure is Same. സൂറ എന്ന് പറയുന്നത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, അതിന്റെ സ്ട്രക്ചർ ഏകദേശം ഒരേപോലെ. യെസ്. മനസ്സിലായില്ലേ? ഇനി അടുത്തേക്ക് പോവാലോ. ആയ. എന്താണ് ആയ? വാട്ട് ഇസ് എൻ ആയ? ദൃഷ്ടാന്തം. ദൃഷ്ടാന്തം. ഓക്കെ. പിന്നെ തെറ്റ്. വാട്ട് ഇസ് എൻ ആയ? ഒരു സെന്റൻസ്. സെന്റൻസ്. ഓക്കെ. അടുത്തത് തെറ്റ്. ഷോർട്ട് ഡിവിഷൻ ഓഫ് തെളിവ്. ഷോർട്ട് ഡിവിഷൻസ്. ഷോർട്ട് ഡിവിഷൻ. എന്തിന്റെ? സൂറന്റെ പാർട്ട് ഓഫ് എ സൂറ. എ പാർട്ട് ഓഫ് എ സൂറ. ഓക്കെ. പിന്നെ പ്രൂഫ്, എവിഡൻസ്, പ്രൂഫ്. എവിഡൻസ്, പ്രൂഫ്. ഓക്കെ, അത് പറഞ്ഞു. ദൃഷ്ടാന്തം. ഓക്കെ. ഞാൻ ചോദിക്കുന്നത് ആയ നമ്പർ 2 എന്ന് പറയുമ്പോൾ അതിന് നിങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലും പറഞ്ഞ നമ്പർ 2 ആണെന്നോട്ടെ. ബാക്കി എന്താണ് പറയാ? വാക്യം. വാക്യം. വേഴ്സ് അല്ല പറയാ. ആ, സൂക്തം എന്ന് verse. പറഞ്ഞു. Verse. സൂക്തം. വന്നവാ. തെളിവ്. ഇപ്പൊ നിങ്ങളത് പറഞ്ഞ യൂണിറ്റ് ഇൻ ഖുറാൻ. തെളിവ്. തെളിവ് എന്ന് പറയുക. ആ, തെളിവ്. ഓക്കെ. അപ്പൊ നമുക്ക് എന്തൊക്കെ വന്നിപ്പോ? തെളിവ് വന്ന്, സെന്റൻസ് വന്ന്, വേഴ്സ് വന്ന്, സൂക്തം വന്ന്, പിന്നെന്താ പറഞ്ഞ നിങ്ങള്? മറ്റേ വേഴ്സ്. ദൃഷ്ടാന്തം. ദൃഷ്ടാന്തം വന്നു, ഒക്കെ വന്നു. ഓക്കെ. നല്ല ചിഹ്നം. ഈ വേഴ്സ് ഏറ്റവും കൂടുതൽ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള പദം ആയത്തിന് എന്ന് പറഞ്ഞാല് സൂക്തം എന്നും വേഴ്സ് എന്നും വേണം, അല്ലെ? വേഴ്സ് നമ്പേഴ്സോ രണ്ടാം സൂക്തം, അല്ലെ? നിങ്ങൾക്ക് എല്ലാവരും പറഞ്ഞില്ലേ പൊതുവെ? നോ, ഈ സൂക്തം അല്ലെങ്കിൽ വേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലായിട്ടില്ല, ഒന്നുകൂടി പറയാം. അതായത് സാധാരണ നമ്മളിടയില് മറ്റേ ആയത്തിനെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത് ഖുർആനിലെ 2-ാമത്തെ സൂക്തം, അല്ലെങ്കിൽ ഖുർആനിലെ 15-ാമത്തെ സൂക്തം, 2-ാം അധ്യായത്തിലെ 3-ാമത്തെ സൂക്തം, ഇങ്ങനെയാണ് പറയാം, അല്ലെ? അല്ലെങ്കിൽ ഇംഗ്ലീഷ് ചാപ്റ്റർ നമ്പർ 2 വേഴ്സ് നമ്പർ 3, ചാപ്റ്റർ നമ്പർ 5 വേഴ്സ് നമ്പർ 16, ഇങ്ങനെ പറയാം. അപ്പൊ ഈ അധ്യായം എന്നും ചാപ്റ്ററും നമ്മൾ വിഷയം ക്ലോസ് ആക്കി. ഇനി നമ്മളെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇനി അടുത്ത് വരാനുള്ളത് ഞാൻ ഡീൽ ചെയ്യാൻ പോണത് വേഴ്സും സൂക്തം എന്നുള്ള വാക്കിലാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സാധാരണ വേഴ്സ് അല്ലെങ്കിൽ സൂക്തം അത് എവിടെ കാണപ്പെടാറുണ്ട്? എന്തിനാണ് സാധാരണ ഉണ്ടാവുക? ബൈബിളിലോ? ബൈബിളിലാ? ഖുറാനില്. സാധാരണഗതിയില് വേഴ്സ് എന്ന് പറയുന്ന സംഗതി എന്തിനാ പറയാ? നമ്മള് എന്തിനോട് ചേർത്തിട്ടാ പറയാ? അതായത് പോയട്രിയിലാണ് ഈ പറയുന്ന വേഴ്സ് അല്ലെങ്കിൽ സൂക്തം എന്ന പദം നമ്മൾ ഉപയോഗിക്കുക, അല്ലെ? അതല്ലേ? പക്ഷെ ഖുർആന് 1-ാം തീയതി മുതൽ പറഞ്ഞ വർത്താനം അറിയോ? എന്താ? ഖുർആൻ തന്നെ പ്രഖ്യാപിച്ച വർത്താനം അറിയോ? ഇത് കവിത, നോട്ട് എ പോയട്രി, അല്ലെ?
അങ്ങനെ പറയുന്നതാണല്ലോ. ഇത് കവിത അല്ല, അതെ അതെ അതെ. അല്ലേ? അപ്പൊ ഖുർആൻ പറയാ ഇത് കവിത അല്ല, നമ്മൾ വീണ്ടും പോയിട്ട് പറയാം ഇത് കവിതയാണെന്ന്. കാരണം കവിതയിലാണ് ഈ പറഞ്ഞ സൂക്തം ഈ വേഴ്സ് ഒക്കെ ഉണ്ടാവുക. അപ്പൊ എങ്ങനെ ശരിയാവുക എന്ന് പറഞ്ഞാൽ പക്ഷെ മലയാളത്തിൽ അങ്ങനെ കവിതക്ക് സൂക്തം എന്ന് പറയും. കവിതന്റെ കവിതക്കാണ് നമ്മൾ കവിതയിൽ വരുന്ന വരിക്കാണ് നമ്മൾ സൂക്തം എന്ന് പറയാം, അല്ലേ? ആ, അതിൽ അല്ലെങ്കിൽ വേഴ്സ് is normally found in a poem. മലയാളത്തിൽ എങ്ങനെ കുറച്ചുകൂടി ഹോളി ഏഹ് സാധാരണ കവിതയിലുള്ള ഇതിന് സൂക്തം എന്ന് പറയൂല. എന്തെങ്കിലും ഹോളി ബുക്സിലെ ഭഗവത്ഗീത, അതായത് ഖുറാൻ വചനം അങ്ങനെയാണ് സൂക്തം. എന്താണ്, വചനങ്ങൾക്കാണ് പൊതുവെ സൂക്തം എന്ന് പറയാം. ഓക്കെ, ഇനി ചിലവർ പറഞ്ഞു സെന്റൻസ് എന്ന് പറഞ്ഞു. ആയ cannot be a sentence, അല്ലേ? Can ആയ be a sentence? No, one ayah can contain like multiple എന്താ sentences. കാരണം? കാരണം എന്ന് പറഞ്ഞാല് എ സെന്റൻസ് ഈസ് എന്താ, എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് പുട്ട് ടുഗെദർ ടു മേക്ക് എ കംപ്ലീറ്റ് മീനിങ്. അതിനാണ് സെന്റൻസ് എന്ന് പറയാ ഗ്രാമാറ്റിക്കലി. ശരിയല്ലേ? ഗ്രൂപ്പ് ഓഫ് Yes, sir. വേർഡ്സ് പുട്ട് ടുഗെദർ ടു മേക്ക് എ കംപ്ലീറ്റ് മീനിങ്. അപ്പൊ എന്തുണ്ടാവണം? വാക്കുകൾ ഉണ്ടാകണം, അപ്പോഴാണ് സെന്റൻസ് ആവുള്ളൂ. Look at this. Ar-Rahman അല്ലമൽ ഖുർആൻ. സൂറത്ത് റഹ്മാനിലെ ഒന്നാമത്തെ ആയത്ത് അർ-റഹ്മാൻ എന്നാണ്. അർ-റഹ്മാൻ എന്നത് ഒറ്റ വാക്കാണ്. ഇവിടെ ഒറ്റ വാക്കാണ് ഒരു ആയത്തായത്. യാസീനിലെ യാസീൻ ആയത്തല്ലേ? യാസീൻ വൽ ഖുർആൻ ഹക്കീം. യാസീന് ഒരു ആയത്തല്ല, ഒരു ആയത്തിന്റെ ഭാഗമാണ് വൽ ഖുർആൻ ഹക്കീം, അല്ലെ? അങ്ങനല്ലേ? വഖഫ് ഉണ്ട് അവിടെ, വഖഫിലുള്ളൂ. ഒരു ആയ നമ്പർ 1 ആണോ? ഓർമ്മല്ല. ഓക്കെ, അതുപോലെ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബുൽ. അലിഫ് ലാം മീം ഒരു വാക്കാന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം വാക്കായിരുന്നെങ്കിൽ, ലുക്ക് അറ്റ് ദിസ്, അലിഫ് ലാം മീം എന്നുള്ളത് വാക്കായിരുന്നെങ്കിൽ യു ഷുഡ് ബി റീഡിംഗ് ഇറ്റ് ആസ് അലം. അലം നശ്റഹ് ലക സദ്റക്, അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അലം അവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ അലം എന്ന് വായിക്കുന്നില്ല, അലിഫ് ലാം മീം. അത് ലെറ്റേഴ്സ് ആണ്. ഇവിടെ ആയത്ത് ഒന്നായിട്ട് കൗണ്ട് ചെയ്യണ്ടല്ലോ യാസീൻ, അലിഫ് ലാം മീം. ആയത്ത് 1 എന്നുള്ള ഇതിൽ കൗണ്ട് ഉണ്ടല്ലോ. അതന്നെ ഞാൻ പറഞ്ഞത്. അപ്പൊ അതായത് നമ്മൾ സെന്റൻസ് എന്ന രൂപത്തില് ആയത്തിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് തെറ്റാണ് എന്നാ പറഞ്ഞത്. കാരണം എന്താ? സെന്റൻസില് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. ബോയ്, ഞാൻ പറയട്ടെ, ബോയ് എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസ് ആവുമോ ഇംഗ്ലീഷില്? നോ നോ നോ. ദിസ് ഈസ് എ ബോയ് എന്ന് പറഞ്ഞാൽ സെന്റൻസ് ആയില്ലേ? ആ, അത് ഞാൻ പറഞ്ഞത്. അപ്പൊ ഒരു വാക്ക് കൊണ്ടോ ഒരു അക്ഷരം കൊണ്ടോ എന്താവൂല. ഇപ്പൊ ABC എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസ് പറയുന്നത്. പക്ഷെ അലിഫ് ലാം മീം ഒരു സെന്റൻസ് ആണ്, അലിഫ് ലാം റാ ഒരു സെന്റൻസ് ആണ്, ഹാ മീം ഒരു സെന്റൻസ് ആണ്. എവിടെ? ഖുർആനില്. അപ്പൊ എന്താ ചെയ്യാ? അപ്പോ സെന്റൻസ് അല്ല ആയ. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ സൂക്തമല്ല ആയ, വേഴ്സ് അല്ല ആയ, സെന്റൻസ് അല്ല ആയ, അല്ലേ? ചില സമയത്ത് ഒരുപാട് സെന്റൻസുകൾ ചേർന്നതാണ് ഒരായ. ഒരുപാട് സെന്റൻസ് പറഞ്ഞാൽ ഗ്രാമാറ്റിക്കലി സെന്റൻസ് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് പുട്ട് ടുഗെദർ ടു മേക്ക് എ കംപ്ലീറ്റ് മീനിങ്. അതിനാണ് സെന്റൻസ് എന്ന് പറയാം. അതുപോലെ 9 സെന്റൻസുകൾ ഇട്ടുകൊണ്ടാണ് ഒരൊറ്റ ആയത്തുണ്ടാക്കിയിട്ടുള്ളത്. ആയത്തുൽ കുർസി, അല്ലാഹു ലാ ഇലാഹ ഇല്ലഹുൽ ഹയ്യുൽ ഖയ്യൂം, അതൊരു സെന്റൻസാ. പക്ഷേ ഒരു ആയത്തല്ല, ആയത്തിന്റെ ഭാഗമാണ്. ലാ തഖുദുഹു സിനത്തും വലാ നൗം, കംപ്ലീറ്റ് സെന്റൻസ് ആണത്. പക്ഷേ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ആൻ ആയ. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, ഫുൾ സെന്റൻസ് ആണ്. മൻ ദല്ലദീ യശ്ഫഉ ഇല്ലാ ബിഇദ്നിഹി, ഒരു സെന്റൻസ് ആണ്. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, സെന്റൻസ് ആണ്. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ, സെന്റൻസ് ആണ്. മനസ്സിലായില്ലേ? ആ 9 സെന്റൻസുകൾ ഇട്ടിട്ടാണ് ഒരൊറ്റ ആയത്താക്കിയുള്ളത്. അപ്പൊ എന്താണ്? ആയ എന്ന് പറഞ്ഞാൽ സെന്റൻസ് അല്ല.
എന്നാ എന്താണ് ആയ? അതുകൊണ്ട് പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ അവസാനിപ്പിക്കാം. ആയ കംസ് ഫ്രം ദ റൂട്ട് ലെറ്റർ ഹംസ യാ. എഴുതിക്കോളെ. റൂട്ട് ലെറ്റർ ഹംസ യാ. ആയയുടെ റൂട്ട് ലെറ്റർ എന്ന് പറഞ്ഞാല് ഹംസ യാ. ഓക്കെ, ഹംസ യാ. ഈ 3 അക്ഷരങ്ങൾ ചേരുമ്പോഴാണ് ആയ ആവണത്. ഇനി നോക്കുക, ഖുർആനിലെ ഒരു യൂണിറ്റ് ആണ് ഒരു ആയ. ഖുർആനിലെ ഒരു യൂണിറ്റ് ആണ് ഒരു ആയ. ഉദാഹരണം എന്താണ്? ബൽ ഹുവ ആയത്തും ബയ്യിന. ബൽ ഹുവ ആയത്തും ബയ്യിന. ഈ പദം ഖുർആനിൽ വന്നിട്ടുള്ളതാണ്. അപ്പൊ ഖുർആന്റെ ഒരു യൂണിറ്റ് ആയിട്ടാണ് ആയത്തിനെ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്പർ 1. രണ്ടാമത്തത്, ഈസ അലൈഹിസ്സലാമിനെ ഒരു ആയത്തായിട്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വലനജഅൽനാക ആയത്തൻ ലിന്നാസ്. നിന്നെ ഞാൻ ജനങ്ങൾക്ക് ഒരു ആയത്തായിട്ടുണ്ടെന്ന്. ഓക്കെ. രണ്ടാമത്തത്, ഈസ അലൈഹി ഇസ്ലാം ഒരു ആയത്താണ്. ആയത്തൻ ലിന്നാസ്, ജനങ്ങൾക്ക് നിന്നെ ഞാൻ ഒരു ആയത്തായിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഇനി ഏത് സൂറത്തില? ഞാൻ ഈ സൂറത്താണ്. അതെ, നിങ്ങളെ ഗൂഗിൾ ഉണ്ട്, AI ഉണ്ട്, പല ജെമിനി ഉണ്ട്, പല ആളുകളുണ്ട്. ഓരോടൊക്കെ പോയി ചോദിച്ചു നോക്കി നിങ്ങള് ഈ ആയത്തെയാണ് എളുപ്പത്തിൽ പറഞ്ഞു. കുറച്ചൊക്കെ പഠിക്കുന്നതേ മണ്ണക്കിടലി. ഈസാ നബി ഒരു ദൃഷ്ടാന്തം എന്നുള്ള അർത്ഥത്തിൽ പറയും. അങ്ങനെ അതെ, ഈസാ അലൈഹി ഇസ്ലാമിസൻ ആയ ആയത്തല്ലിന്ന, ജനങ്ങൾക്ക് നിന്നെ ഞാനൊരു ആയത്താക്കിട്ടാ കിട്ടുന്നത് അല്ല പറഞ്ഞത്. അപ്പൊ ഈസാ അലൈഹി ഇസ്ലാമിസൻ ആയ ലഖദ് കാന ഫീ യൂസുഫ വ ഇഖ്വതിഹി ആയത്തുൽ ലിസ്സായിലീൻ. യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങളും എന്താണ്? അവരിൽ എന്തുണ്ട്? അവരിലൊരു ആയത്തുണ്ട്. ഇതൊക്കെ അല്ല പറഞ്ഞാണ് സൂറത്ത് യൂസുഫില്. മനസ്സിലായില്ലേ? അപ്പോ പ്രവാചകന്മാരിൽ ആയത്തുണ്ട്. ഓക്കെ. എന്നാലോ പ്രവാചകനിലുണ്ട്. പ്രവാചകന്റെ ഈ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങൾ പറഞ്ഞാൽ അവർ നല്ലതായിരുന്നോ ആൾക്കായിരുന്നോ? പൊതുവെ മോശക്കാരായിരുന്നു അല്ലെ? കാരണം യൂസുഫ് അലൈഹി ഇസ്ലാം വധിക്കാൻ നോക്കിയ ആൾക്കാരാ. അപ്പൊ നല്ലവരായ ആളുകളിലും ആയത്തുണ്ട്, നല്ലവരല്ലാത്ത ആളുകളിലും ആയത്തുണ്ട്. യൂസുഫ് അലൈഹി ഇസ്ലാമിനും ആയത്തുണ്ട്, യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങളും ആയത്തുണ്ട് അല്ലെ? അപ്പോ ആയ എന്ന് പറഞ്ഞത് ഗ്രന്ഥത്തിന്റെ ഒരു ഭാഗം മാത്രമല്ല, പക്ഷെ മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ ആയത്താണ്. ചരിത്രം ഒരു ആയത്താണ്. പീപ്പിൾ ഹിംസെൽഫ് ഒരു ആയത്താണ്. മരം ഒരു ആയത്താണ്. മൗണ്ടൻസ് ആയത്താണ്. അത് മലകൾ ആയത്താണ്. ഭാവി ആയത്താണ്. നമ്മളെ ശരീരത്തിന്റെ അകത്ത് എന്തൊക്കെയുണ്ടോ അതും ഒരു ആയത്താണ്. നിങ്ങളുടെ വികാരങ്ങൾ, വിചാരങ്ങൾ അത് ആയത്താണ്. നിങ്ങളുടെ ഉറക്കം ആയത്താണ്. നിങ്ങളുടെ ഉണർവ് ആയത്താണ്. വിവാഹം ആയത്താണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, അവരുടെ സ്നേഹം ഒരു ആയത്താണ്. മനുഷ്യന്റെ എക്സ്പീരിയൻസ് ഒരു ആയത്താണ്. അള്ളാഹു ഇറക്കി തന്ന വചനങ്ങളും അതൊരു ആയത്താണ്. അപ്പൊ നമ്മൾ ഈ യാസീനിലെ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം ചൊല്ലിയ സമാധാനം കിട്ടും എന്നല്ലേ പറയാ? അതൊരു ആയത്തല്ലേ? ഖുർആനിലെ മൊത്തം ആയത്താണല്ലോ, അത് മാത്രമാക്കണല്ലോ. ഖുർആനിലെ 6236 ആയത്തുകളും ആയത്തന്നല്ലേ? അത് മാത്രം എടുക്കുന്നത് ഞങ്ങള്. എനിക്കത് മതി, സമാധാനം മതി, അതാ ചോദിച്ചത്. സമാധാനം മതി. അലാബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്നാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹുവിന്റെ സ്മരണയിലാണ് മനസ്സിന് സമാധാനം ഉള്ളത്. അപ്പൊ നിങ്ങൾ ആ ആയത്ത് മാത്രം പിടിച്ചിരിക്കണ്ടെങ്കിൽ നേരെ അള്ളാഹിലേക്ക് പഠിക്കോളെ. അപ്പൊ ഇൻ ഷോർട്ട്, അള്ളാഹു സുബ്ഹാനഹു തആല യൂസസ് ദ വേർഡ് ആയ ടു ഡിസ്ക്രൈബ് റിയാലിറ്റി. മനസ്സിലാവുന്നല്ലേ? അള്ളാഹു സുബ്ഹാനഹു തആല ആയ എന്നുള്ള പദം റിയാലിറ്റിനെ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അവിടെ പറയാ റിയാലിറ്റിക്ക് യാഥാർത്ഥ്യങ്ങളെ വിവരിക്കുന്നതിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല ആയ എന്ന് ഉദ്ദേശിച്ചുള്ളത്. ഇനി നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ
ആയ എന്ന വാക്ക് എവിടൊക്കെ കണ്ടാലും ശ്രദ്ധിക്കുക, ഇതെന്താ ആയ? ഓക്കെ, ഖുർആനിൽ പലയിടത്തും ആയ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആയ എന്ന് പറഞ്ഞ സാധനം എന്താണ് എന്നുള്ളത് അപ്പം നിങ്ങൾ എന്ത് വേണം, ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ഒരു മൈക്രോ അനാലിസിസ്. ആയയുടെ ഭാഷ. ഖറജൽ ഖൗമി ബി ആയത്തിഹിം. ഓക്കെ, ഖറജൽ ഖൗം ബി ആയത്തിഹിം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? The people left with everything valuable. അതായത് ഇവിടെ അത് ഖറജൽ ഖൗം ബി ആയത്തിഹിം പറഞ്ഞാൽ അവര് അവിടെ വില മതിക്കുന്ന സാധനങ്ങൾക്കായിട്ട് എടുത്തു പോയി എന്നർത്ഥം. അപ്പൊ ഇവിടെ ആയത്തിന്റെ അർത്ഥം എന്ത് വന്ന്? വില മതിക്കുന്ന സംഗതികൾ എന്നർത്ഥം വന്നു. ആയത്തിന്റെ ഒരു അർത്ഥം വില മതിക്കുന്ന. ഓക്കെ, എവറിത്തിങ് യു എക്സ്പീരിയൻസ് ഇസ് വാല്യൂബിൾ. വാല്യൂബിൾ അല്ലേ? അതിന്റെ അറബി കൂടി പറയാ. അതിന്റെ അറബ് ഖറജൽ ഖൗം ബി ആയത്തിഹിം. ഖറജ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ്, ഖൗം പറഞ്ഞാൽ പീപ്പിൾ, ബി ആയത്തിഹിം പറഞ്ഞാൽ വിത്ത് ദെയർ ബിലോങ്ങിങ്സ്. അപ്പൊ ഏത് ബിലോങ്ങിങ്സ് എടുക്കുക? വില മതിക്കുന്ന ബിലോങ്ങിങ്സ് ആണ് അവർ എടുക്കുക. ഓക്കെ, എല്ലാം ചപ്പുചവടുത്ത് പോകില്ല മനുഷ്യൻ. അവനക്ക് ഉള്ളതിൽ വെച്ച് കൊണ്ടാൻ പറ്റില്ല. ഏറ്റവും വിലയെടുപ്പ് എന്താണോ അതെടുത്ത് പോവുക. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഇവിടുന്ന് നിങ്ങളെ ഫ്ലാറ്റ് കത്തി പിടിക്കുകയാണെങ്കിൽ, ബിൽഡിംഗ് കത്തുകയാണെങ്കിൽ എടുത്ത് എന്താ പോവുക? നിങ്ങള് സ്വർണ്ണം എടുക്കാൻ നിൽക്കുമോ? നിങ്ങൾ നിങ്ങളെ പാസ്പോർട്ട് എടുത്തിട്ട് പോവുക. സ്വർണ്ണം പോയാൽ വേറെ ഉണ്ടാക്കാം, പക്ഷെ പാസ്പോർട്ട് പോയാൽ എന്താ കാട്ടുക? മനസ്സിലായില്ലേ? അപ്പൊ വില മതിക്കുന്ന എന്ന അർത്ഥം വരുന്നുണ്ട് അവിടെ. അപ്പൊ എവറിത്തിങ് യു എക്സ്പീരിയൻസ് ഇസ് വാല്യൂബിൾ. ഞാൻ ലീവ് ചെയ്യാണ് കേട്ടോ, എനിക്ക് അടുത്ത ക്ലാസ്സിന് ചേരാൻ സമയമായി. റെക്കോർഡഡ് ആണല്ലോ. അത് ഞാൻ പോസ്റ്റ് ചെയ്യണം, വേണം ഞാൻ ആലോചിക്കട്ടെ. അല്ല പോസ്റ്റ് ചെയ്തിട്ട് പ്ലീസ്. എനിക്ക് അതും മിസ് ചെയ്യാൻ വയ്യ, ഇതും മിസ് ചെയ്യാൻ വയ്യ. ഞാൻ പെട്ട്. ആയിക്കോട്ടെ, ഫൈൻ. അപ്പൊ അള്ളാഹു നൽകുന്ന എല്ലാ ഗിഫ്റ്റും എന്താണ്? വാല്യൂബിൾ ആണ്. അപ്പൊ എവറി ചാലഞ്ച് ഇൻ ലൈഫ് ഇസ് വാല്യൂബിൾ, എവറിത്തിങ് യു എക്സ്പീരിയൻസ് ഇസ് വാല്യൂബിൾ. ആ അർത്ഥത്തിൽ ഇതൊക്കെ എന്താണ്? വില മതിക്കുന്നതാണ്. അത് ആയത്തുകളാണ്. പിന്നെ ഐ എന്ന പദം എന്ന് പറഞ്ഞാൽ ആകാംക്ഷ ഉണ്ടാക്കുന്ന സംഗതികൾ. ഐ ക്യൂരിയോസിറ്റി. ഐ എന്ന പദം ക്യൂരിയോസിറ്റി ആണോ? യെസ്, ക്യൂരിയോസിറ്റി. ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് ഐ എന്ന് പറയും. ഓക്കെ, ആയ ഓഫ് അല്ലാഹ് മേക്സ് യു ക്യൂരിയസ്. മൂന്നാമത്തെ കൈ ഐ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ. സംതിങ് ദാറ്റ് പോയിന്റ്സ് ടു എ ഡയറക്ഷൻ, ദിശ. ഒരു ദിശയിലേക്ക് ചൂണ്ടുന്നതിന് ഐ എന്ന് പറയും. ഓക്കെ, അപ്പൊ ആയ ഓഫ് അല്ലാഹ് പോയിന്റ്സ് ടു എ ഡയറക്ഷൻ ആൻഡ് ഇറ്റ് പോയിന്റ്സ് ടു അല്ലാഹ് ഹിംസെൽഫ്. ഓക്കെ, പിന്നെ ആയ എന്ന് പറഞ്ഞാൽ തഅജ്ജുബ്, അമേസിംഗ്, അത്ഭുതകരം എന്ന് പറയുന്ന രൂപത്തില് ആയനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഭയങ്കര സ്പീഡായി പോന്നു. നിങ്ങള് ഞാനൊന്നര സമയം 7:10 അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് ഈ ഒരു പോന്ന നേരം. ആയത്തിന്റെ ഒന്ന് യാഥാർത്ഥ്യങ്ങളെ പറ്റിയിട്ടാണ്, യാഥാർത്ഥ്യങ്ങളെ പറ്റി പറയാൻ ആയത്ത് എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. പിന്നെ വിലമതിക്കുന്ന ഭാഷാ പ്രയോഗത്തിൽ ആ ഓക്കെ ഐ എന്ന പദം, അതായത് ഹംസ യാ ഭാഷാപരമായി ഉപയോഗിക്കുന്ന സ്ഥലങ്ങളെ ഞാൻ പറഞ്ഞത്. ഒന്ന് ഖറജൽ ഖൗമു ബി ആയത്തിഹിം എന്ന് അറബിയിൽ നമ്മൾ പറഞ്ഞാൽ അവളുടെ അർത്ഥം ഈ ജനം അവരുടെ വിലമതിക്കുന്ന സാധനങ്ങൾ എടുത്ത് പോയി എന്നർത്ഥം. അപ്പൊ ഇവിടെ ആയത്തിഹിം എന്ന് പറഞ്ഞാൽ വിലമതിക്കുന്ന എന്നർത്ഥം. അപ്പൊ എഴുതുക ആയത്തിഹിം. അപ്പൊ അവിടെ വാല്യൂബിൾ ആണ് വരിക. എന്താണ് അവിടെ ബിലോങ്ങിങ്സ് എന്നാണ് വരിക, വാല്യൂബിൾ എന്നാണ് വരിക. എടോ വിലമതിക്കുന്ന വാല്യൂബിൾ. അപ്പൊ രണ്ടിലും ഇറ്റ് ഇസ് ഓക്കെ. ബിലോങ്ങിങ്സ് പറഞ്ഞാൽ എടോ നമ്മുടെ സ്വന്തം സാധനം എടുക്കുള്ളൂ അല്ലെ? കട്ടെടുക്കില്ലോ. ഓക്കെ ഓക്കെ. ഈ പറഞ്ഞത് ഖുർആനിലുള്ള ആയത്താണോ? അല്ല, ഞാൻ ഭാഷപരമായ പ്രയോഗം ഞാൻ പറഞ്ഞത്. ഭാഷപരമായിട്ട് ഹംസ യാ എന്ന് ഉൾക്കൊള്ളുന്ന പദം ഖറജൽ ഖൗമ എന്ന് പറയുന്നത് അത് ഖുർആനിലുള്ളതല്ല അല്ലെ? ഖൗമു ബി ആയത്തിഹിം എന്ന് പറയുമ്പോ നിങ്ങൾ അവരുടെ ബിലോങ്ങിങ്സ്, വിലമതിക്കുന്ന ബിലോങ്ങിങ്സിനാണ് ആയ എന്ന് പറയാം. വാല്യൂ അതെന്താ ഉദ്ദേശിച്ചത്? എന്താ മനസ്സിലായില്ല. ഹംസ യാ അതാണ് റൂട്ട് വേർഡ്. ഇതുമ്പാണോ ഉദ്ദേശിക്കുന്നത്? അസ്ല് പഠിച്ചു ഞങ്ങള് പദങ്ങളുടെ അസ്ലുകൾ. ഇപ്പൊ മക്തബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അസ്ൽ എന്താ? അല്ലേ?
എന്നതുപോലെ ആയത്തിന്റെ അസ്ലാണ് ഹംസ യാ യാ. ഓക്കെ, തന്നെ വായിക്കാതെ ഹർക്കത്തുകൾ ഇട്ടിട്ടോ? ഹർക്കത്തിൽ ഇട്ടിട്ടില്ല. ഈ 3 അക്ഷരം ചേരുമ്പോഴാണ് ആ വാക്കുണ്ടാവുക. അത് അങ്ങോട്ടൊക്കെ മാറും. നമ്മൾ പണ്ട് തഖ്വനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് അന്നത് ഖുതുബയില്. അതുപോലെ സംഗതികള്. ഓക്കെ, അതിൽ ഞാൻ ചോദിച്ചത് ഈ ഖറജ ഖൗമ ബി ആയത്തി എന്നുള്ളത് ഖുർആനുള്ള ആയത്തല്ലേ? അല്ലേ? അല്ലെ, തഖ്വ എന്ന് പറയുമ്പോ വിഖായ എന്നുള്ളതിൽ പറയുന്നല്ലേ? തഖ്വന്റെ വിഖായ അല്ലെ? അത് വിഖായ. ഓക്കെ, അപ്പോ ഒന്ന് മനസ്സിലായില്ലേ? ആയത്തിഹിം എന്ന് പറയുമ്പോ സംതിങ് ദാറ്റ് ഈസ് വാല്യുബിൾ. പിന്നെ ആകാംക്ഷ ഉണ്ടാക്കുന്ന സംഗതികൾ. ഐ എന്ന് പറഞ്ഞാൽ വിച്ച് എന്നർത്ഥം. ഐ അതായത് ക്യൂരിയസ് ആക്കുക, ആകാംക്ഷ. വിച്ച് അതെന്താണ്? ഒരു മനുഷ്യനെ കൊണ്ട് ക്യൂരിയസ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്, ആകാംക്ഷ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമായിട്ട് മാറും ഐ എന്നുള്ളത്. ഇതേ ഐ തന്നെ ഡയറക്ഷന് വേണ്ടി ഉപയോഗിക്കും. സംതിങ് ദാറ്റ് പോയിന്റ്സ് ടു ഡിറക്ഷൻ. ഡയറക്ഷൻ, ഏത് വഴി കൂടെ പോകേണ്ടത് എന്ന് പറയുമ്പോൾ ഐ എന്നുള്ള പദം ഉപയോഗിക്കുക. ഓക്കെ, ഡയറക്ഷന് വേണ്ടി ഉപയോഗിക്കും. അപ്പോ ആയ ഓഫ് അള്ളാഹ് പോയിന്റ്സ് ടു എ ഡയറക്ഷൻ. ആയ ഓഫ് അള്ളാഹ് മേക്സ് യു ക്യൂരിയസ്. എന്നാൽ നമുക്ക് അതിൽ നിന്നാണ് ഈ കിട്ടുന്ന, നമുക്ക് അതാ കിട്ടുക. ഇനി 4-മത്തത് ആയ എന്നുള്ളത് തഅജ്ജുബിന് വേണ്ടി ഉപയോഗിക്കും. തഅജ്ജുബ് എന്ന് പറഞ്ഞാൽ അമേസിംഗ് അല്ലെങ്കിൽ അത്ഭുതകരം. സംതിങ് ദാറ്റ് ഈസ് അമേസിംഗ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ അയ്യു റജുലുൻ ഹാദാ, ഇതെന്തൊരു മനുഷ്യനാ പറയില്ലേ? അവിടെ ഐ എന്ന് ഉപയോഗിക്കുമ്പോ അവിടെ അത്ഭുതകരം, അമേസിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ ട്രാൻസ്ലേഷൻ എന്താണ്? ആയ ഓഫ് അള്ളാഹ് സപ്പോസ് ടു മേക്ക് യു വണ്ടർ, സപ്പോസ് ടു മേക്ക് യു അമേസ്ഡ് അല്ലെ? അപ്പൊ അള്ളാഹ്സ് ആയാസ് മേക്സ് യു അമേസ്ഡ്. ക്ലിയർ അല്ലേ? ഓക്കെ, 5-മത്തത് യാ അയ്യുഹല്ലദീന ആമനു. അത് തംബീഹാണ്, അതായത് ടു ഗെറ്റ് യുവർ അറ്റൻഷൻ, ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട്, ടു ഗെറ്റ് യുവർ അറ്റൻഷന് വേണ്ടിയിട്ടാണ് യാ അയ്യുഹല്ലദീന, അയ്യുഹല്ലദീന ആമനു എന്നുള്ള പ്രയോഗം. അപ്പൊ എവ്രി ആയ ഈസ് കോളിംഗ് യു ആൻഡ് ട്രൈ ടു ഗെറ്റ് യുവർ അറ്റൻഷൻ. അള്ളാഹു നമ്മളെ അറ്റൻഷന് വേണ്ടിയിട്ടാണ് അയ്യുഹ എന്നുള്ള വാദം ഉപയോഗിക്കുന്നത്. അത് വരുന്ന എവിടുന്നാണ്? ഈ പറയുന്ന ഹംസ യാ യാ എന്നാ വരുന്നത്. ഓക്കെ, Ian പറയുന്ന സംഭവം it's completely connected with the Quran itself. Of course. See, I'm telling you, the root letters Hamza, Ya, is what do you call, used in making so much of words in the Arabic language, and how that is in connection with the word Aya. Okay, yes. Okay. So when you say Ya ayyuhalladhina amanu, allayo എന്ന് പറയുമ്പോ ഈ അല്ലയോ എന്ന പ്രയോഗം ഉണ്ട്, അയ്യുഹ എന്നുള്ളത്. എന്താണ് സംഭവം? എന്താ? അത് നിങ്ങളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ശ്രദ്ധ കിട്ടാൻ വേണ്ടിട്ട് അല്ലേ? ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. To get your attention. So every ayah is calling you and trying to get your attention. Okay. 6-മത്തത് ഈ എന്ന് പറയുന്നത് യെസ്, ഈ അത് യെസ് എന്നുള്ള അർത്ഥമല്ല, അതായത് കൺവിക്ഷൻ, ബോധ്യപ്പെടുത്തൽ. എവറി ആയ വിൽ കൺവിൻസ് യു ഓഫ് അള്ളാഹ്. ഓക്കെ, and lastly I am telling you aya is equal to sign. 6-മത്തത് ഒന്നുകൂടി. 6-മത്തത് ഈ എന്നുള്ള പ്രയോഗം, അത് യെസ് എന്ന അർത്ഥാണ്. അത് കൺവിക്ഷൻ, ബോധ്യപ്പെടുത്തൽ. അപ്പോ അള്ളാഹുവിന്റെ എല്ലാ ആയത്തുകളും നിങ്ങളെ അറബിയിൽ ഈ എന്ന് വരുന്നതാണ്, ഹംസ യാ അങ്ങനെ പറഞ്ഞത്. ഈ അപ്പോ എല്ലാ ആയകളും സപ്പോസ് ടു മേക്ക് യു കൺവിൻസ് ഓഫ് അള്ളാഹ്. അള്ളാഹുവിന്റെ വിഷയത്തിൽ നിങ്ങൾ ബോധ്യപ്പെടുത്തൽ ഉണ്ടാവണം ആയത്തുകളെ. ഓക്കെ, ആൻഡ് ലാസ്റ്റ് മീനിങ് വുഡ് ബി ആയ ഇസ് ഈക്വൽ ടു സൈൻ, ചിഹ്നം അല്ലെങ്കിൽ അടയാളം. സൈൻ അപ്പൊ അള്ളാഹുവിന്റെ അടയാളമാണ്, അള്ളാഹുവിന്റെ ചിഹ്നമാണ് എന്ന അർത്ഥത്തിൽ ആയത്തുള്ള. അതുകൊണ്ട് ആയ ഇസ് എൻ ആയ. ഈ എല്ലാ അർത്ഥങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് ആയ എന്ന വാക്ക്.
എത്രത്തോളം വിശാലമായ അർത്ഥമായെന്ന് നമുക്ക് മനസ്സിലായപ്പോ ഉം. ഒരു വാക്കിനെ കൊണ്ടുപോയിട്ടാണ് നമ്മള് വേഴ്സ് എന്നും സൂക്തം എന്നും സെന്റൻസ് എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അതിനെ വൃത്തിയാക്കുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ബോധപൂർവമാണ് അതിന് ആ പേര് നൽകിയിട്ടുള്ളത് കൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയ ഹാസ് ടു ബി ആൻ ആയ. നമ്മൾ ഒരിക്കലും സൂക്തമെന്നോ സെന്റൻസ് എന്നോ വേഴ്സ് എന്നോ പറയരുത്. എത്രാമത്തെ സൂറത്ത് എത്രാമത്തെ ആയത്ത് എന്നത് നമ്മളിപ്പോ പറയേണ്ടത്. ഇത് ഓക്കെ. അങ്ങനെ ഉപയോഗിക്കുന്നത് തെറ്റായിട്ട് തന്നെ വരുമോ? ഇപ്പൊ നമ്മള് പുറത്തുള്ള അതായത് ഹറാമോ ഹലാലോ എന്ന അർത്ഥത്തിലുള്ള തെറ്റല്ല ഞാൻ പറഞ്ഞത്. അതിനോട് ഒരു നീതി പുലർത്തൂല. അത്രേ ഖുർആനോട് ഉള്ളൂ. അല്ലേ ശരിക്കും അങ്ങനെ പറയുമ്പോ? അതായത് ആയ എന്നുകൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത്, ആ ഉദ്ദേശം നമ്മൾ അതിനെ കൊണ്ടുപോയിട്ട് സെന്റൻസ് എന്നോ വേഴ്സ് എന്നോ പറഞ്ഞാൽ കിട്ടൂല. ആ അർത്ഥത്തില് ആയ എന്ന് പറഞ്ഞ പദത്തോട് നമ്മൾ നീതി പുലർത്തുന്നില്ല എന്നർത്ഥം. ഓക്കെ. അപ്പൊ ഇതോടുകൂടി ഇന്നത്തേത് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് അറബിക് ലാംഗ്വേജിനെ കുറിച്ചിട്ടാണ്. 3 ടൈപ്പ് ഓഫ് അറബിക് ലാംഗ്വേജ്: ഫോർമൽ അറബിക്, ക്ലാസിക് അറബിക്. അത് ഏതാണ് ഖുർആനായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെ കുറിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ. ഇനി ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. കേട്ടാ? നമ്മൾ 19 മിനിറ്റ് കൂടുതലാണ് നിർത്തുള്ളത്. കാരണം ഇതാണ് പറഞ്ഞു തീർന്നില്ലെങ്കിൽ അടുത്ത ആഴ്ച വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല. അതുകൊണ്ടാണ്. പക്ഷെ നല്ല ഇൻട്രസ്റ്റഡ് ക്ലാസ് ആയിരുന്നു. സമയം പോയത് മനസ്സിലായില്ല. അത് എനിക്കും മനസ്സിലായി. അതുകൊണ്ടായത്. സമയം ഇപ്പൊ നോക്കുമ്പോൾ 7:20 എന്നുള്ളത്. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇത് നമ്മളിപ്പോ സത്യം പറഞ്ഞാൽ ഇപ്പോഴും നമ്മള് തദബ്ബുറിന്റെ ആഴത്തിലേക്ക് നാട്ടില് 10 മണി അടുത്ത സമയം എത്ര സമയമായി എന്ന് അറിയണില്ല. നമ്മൾ തദബ്ബുറിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഇപ്പോഴും നമ്മള് അറബി പദങ്ങൾ, അറബി ഭാഷ നിൽക്കുകയാണ്. ഇനി അടുത്ത് നമുക്ക് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിൽ വരാനുണ്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഖുർആന്റെ ആയത്തുകളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് ഓരോരുത്തർ കോട്ട് ചെയ്യുന്ന വിഷയങ്ങളുണ്ട്. അത് ആ ആയത്ത് ശരിക്കും എന്താ ഉദ്ദേശിച്ചത്, നമ്മൾ തെറ്റായിട്ട് അവിടെ കോട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതൊക്കെയാണ് ഇൻഷാ അല്ലാഹ് അടുത്തതിൽ നമുക്ക് വരാനുള്ളത്. കേട്ടാ? അപ്പൊ കേൾക്കാൻ നമുക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പഠിക്കാൻ. അപ്പൊ നമുക്ക് ഇന്നോട് ആഖിറു റബ്ബിൽ ആലമീൻ പറയാല്ലേ? എല്ലാവരും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് കഴിഞ്ഞിട്ട് അടുത്ത് പണി വേറെ ഉണ്ടാവും. വാലൈക്കും അസ്സലാം.